കഴിഞ്ഞ് രുദ്രാക്ഷ കഴിഞ്ഞിട്ട് ഒരു ശിവഭക്തന്റെ വർഷം അവ കുക്കിയും ചെയ്ത് കുതിരയെ തിരിച്ചെടുത്ത് കൊന്നില്ല. തൽക്കാലം രക്ഷപ്പെട്ടപ്പോൾ ആ വർഷത്തെ അവളെ ഉപേക്ഷിച്ചിട്ട് പോയി ദേവലോകത്തേക്കാണ്. അങ്ങനെ ഇപ്പൊ അനവധി തവണ കുതിരയെ മോഷ്ടിക്കുക, വേഷം സ്വീകരിക്കുക, പിന്നെ ആ വേഷത്തെ ഉപേക്ഷിക്കുകയും ചെയ്തു. ആ വേഷങ്ങളൊക്കെ കഴിയുമ്പത്തില് ഭൂമിയിൽ ധാരാളം ഉണ്ടാവും. അതിന്റെ പിന്നിലൊക്കെ പോയിട്ട് പടരുത് എന്ന് ഭാഗവതം നമുക്ക് വാങ്ങി തരികയാണ്. നമ്മളിപ്പോ അവിടെ സിദ്ധനുണ്ട്, ഇവിടെ സിദ്ധനുണ്ട് അല്ലേ? അയാൾ തൊട്ടു കഴിഞ്ഞാല് സൂപ്പറൊക്കെ മാറൂത്രേ. ഞാൻ പിന്നെ അതിന്റെ മെഡിക്കൽ കോളേജിലൊക്കെ പൂട്ടുക അല്ലേ? അത് ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മളെ അനുഭവിക്കേണ്ട കർമ്മഫലം നമ്മൾ അനുഭവിക്കുക വേണം. ഇനിയിപ്പോ അങ്ങനെ ഒരാൾ തൊട്ടിട്ട് മാറിയെന്ന് വെച്ചാൽ ആ സൂപ്പർ മാറുന്ന കർമ്മഫലമായി. അപ്പൊ എന്താ കട്ടകാട്ടിന് അയാൾ ഒന്ന് തൊട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് അയാളുടെ സാമർത്ഥ്യം കൊണ്ട് മാറിയതൊന്നും അല്ലാതെ അല്ലേ? അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അതിലൊന്നും പോയി പെടാൻ വേണ്ടി ഇപ്പൊ നമുക്കൊക്കെ ഈ കുറുക്ക് വഴിയിലൂടെ എങ്ങനെയാണ് ഇപ്പൊ കുറച്ച് മുമ്പായിരുന്നു പുള്ളിക്കാരുടെ മുമ്പിൽ ഒരു ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താ ധന ആകർഷണ ഭൈരവ യന്ത്രമാണ്. ഇപ്പൊ ഈ പേപ്പറിലൊക്കെ പരസ്യമൊക്കെ കാണായിരുന്നു. നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടോ എന്നാ ഞങ്ങൾക്ക് 2500 ഇങ്ങോട്ട് അയച്ചു, നമുക്ക് ബുദ്ധിമുട്ടോന്ന് ചോദിച്ചിട്ട് അതിന് അങ്ങോട്ട് അയച്ചു കൊടുക്കാൻ കാശ്. എന്നിട്ട് അയാൾ 2500 കൊടുത്ത് എന്താ ചെയ്യുകയോ? ഞങ്ങൾ പ്രത്യേകമായിട്ട് തയ്യാർ ചെയ്ത ധന ആകർഷണ ഭൈരവ യന്ത്രം നിങ്ങൾക്ക് തരും. അത് പൂജാമുറി കൊണ്ട് വെച്ചാൽ ധനം ഇങ്ങനെ കുഞ്ഞു കൂടുത്ര. ഇതെവിടെ നിക്ഷേപിക്കുന്നത്? എന്നാൽ ഇത് അല്ലെങ്കിൽ ഒന്നും വേണ്ട. ഒന്ന് ആ ബാലഗോപാലിനെ കൊടുക്കുക തിരുവനന്തപുരത്ത്, ഒന്ന് ആ ഡൽഹിയിലെ നിർമ്മലാ സീതാരാമനെ കൊണ്ട് കൊടുക്കുക. രാജ്യം രക്ഷപ്പെടുത്തി എന്നാലോചിച്ച് നോക്കൂ. അപ്പൊ ഇതിലൊക്കെ പോയി പെടും നമ്മൾ. അത് പോണതാരോ കുറച്ച് രാമായണം ഭാഗവതം നാരായണിയൊക്കെ വായിക്കുന്ന കുട്ടിയാ. അവർ നോട്ടുള്ളത് ഓൺലൈനിൽ ബുക്ക് ചെയ്യും. എന്നിട്ട് നല്ലോണം നീ ബുക്ക് ചെയ്തു എന്നാ പിന്നെ ഞാൻ നോക്കാം. വല്ല ആവശ്യമില്ലെന്ന് ആലോചിച്ചു. എന്നിട്ട് എടുക്കണത് രാമനാരായണ ഭാഗവതം അല്ലേ? അപ്പോ ഇവിടെ അതൊന്നും പോയി പെടാൻ പാടില്ലാണ് പറയുന്നത്. ഇപ്പോ പുതുമഹാരാജാവിന്റെ ദേഷ്യം ഈ ഇന്ദ്രനാണ് തന്റെ യാഗം നിർവിഘ്നം സമാധിക്കാൻ സമ്മതിക്കാതിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഇന്ദ്രനെ കൊല്ലണം എന്ന് പറഞ്ഞ് ആഴ്ച കൊടുക്കുന്ന. അപ്പൊ ബ്രാഹ്മണൻ പറഞ്ഞു, രാജാവേ യജ്ഞത്തിന് ദീക്ഷ എടുത്താല് യജ്ഞപശുവിനെ അല്ലാണ്ട് വേറെ ഒന്നെ കൊല്ലാൻ പാടില്ല. ഇനിയിപ്പൊ അങ്ങക്ക് ഇന്ദ്രനെ കൊല്ലണം നോക്കണമെങ്കിൽ കൽപ്പന തരൂ. ഞങ്ങളെ മന്ത്രശക്തി കൊണ്ട് ആവാദിച്ചിട്ട് ഇതിലൂടി അഗ്നി കൊടുത്താണ്. എന്നാ പിന്നെ രാത്രി നടക്കട്ടെ എന്ന് പറഞ്ഞാണ്. അങ്ങനെ മന്ത്രം കൊണ്ട് ആവാഹിക്കുന്നതോട് കൂടിയിട്ട് ഇപ്പൊ ഇന്ദ്രനൊക്കെ ഇപ്പൊ ഇവിടെ വന്ന് വീട്ടിൽ ചാവുമ്പോൾ എന്തെങ്കിലും വരിക ഉടനെ ബ്രഹ്മദേവനാണ് എത്തിയിട്ട് പറഞ്ഞു, മൃദു നിർത്തു തന്റെ ഈ യാഗം എന്ന് പറയുക. അപ്പൊ പൃഥ്വി പറഞ്ഞു, യാഗം നടത്താൻ പറയേണ്ട ആളല്ലേ ബ്രഹ്മാവേ എന്ന്, അതെന്ത് നിർത്താൻ പറഞ്ഞത് എന്നാ. അപ്പൊ പറഞ്ഞു, അതെ ഇത് എത്രാമത്തെ അറിയോ നിനക്ക് എന്നാണ്. അപ്പോൾ ഞാൻ കണക്ക് വെച്ചിട്ടില്ല. എന്നാ കണക്ക് വെക്കുന്ന അപ്പുറത്ത് ഇന്ദ്രൻ ഇത് 100ാമത്തെയാ, ഇത് പൂർത്തിയാക്കാൻ അയാൾ സമ്മതിക്കില്ല, അയാളുടെ സ്ഥാനം പോകുന്നു പറഞ്ഞിട്ട്. കാരണം ഈ നല്ല കാര്യങ്ങളൊന്നും കണക്ക് വെച്ച് ചെയ്യേണ്ടതല്ല. ഇപ്പൊ എനിക്ക് എന്റെ ഫോണിൽ ഒരു മെസ്സേജ് എന്താ അറിയോ? എന്റെ 673ാമത്തെ സപ്താഹ യജ്ഞം എന്നാണ്. അപ്പൊ ഈ ഗുരുവായൂരപ്പനെ തോണ്ട അയാളുടെ കാലത്ത് പോയി വിടാമെന്ന് തോന്നിപ്പിച്ചു. എന്താ ഗംഭീര ഇവരൊക്കെ എന്തിനായി ആചാര്യന്മാരെ പറഞ്ഞാൽ അറിയാണ്ട് ചോദിക്കുക. ഇതൊക്കെ ചെയ്യുന്ന നല്ല കാര്യത്തിൽ അതിലും അഹങ്കാരത്തെ വളർത്തിക്കൊണ്ടാണ് ഇത് നടക്കുന്നത്. ഇപ്പോ ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ. ഈ പറയുന്ന ഈ മോക്ഷശാസ്ത്രം നമ്മൾ പഠിച്ചിട്ട് അതിന്റെ പിന്നിൽ അഹങ്കാരത്തെ വളർത്തിക്കൊണ്ട് നടക്കുക. അത് വളരെ എന്താ പറയുക, നിത്യമായിട്ടുള്ള ഏർപ്പാടായിട്ടാണ് തോന്നുന്നതെന്നാണ്. ഇത് അവർ വിചാരിക്കുന്ന സ്റ്റാറ്റസ് ആണെന്നാണ്. അത് വെച്ച് നോക്കൂ. ഇത് ശരിക്കും നമ്മളെ അഹങ്കരിപ്പിച്ചാൽ അത് നശിപ്പിക്കാനാണ് പോണത്. അതൊരു അറിയില്ല. അപ്പൊ അതായത് വിവരമില്ലാത്ത ആളുകളൊന്നും അല്ല അങ്ങനെ പറയില്ല. ആ വ്യക്തി സങ്കടം എന്നെ പോലെ ആരെങ്കിലും പറഞ്ഞ കേൾക്കാൻ ഇതിപ്പോ എല്ലാം എന്താ അത് മുമ്പില് കൊമ്പുണ്ട്, പിന്നാലെ വാലുമുണ്ട്. അതൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോഴാണ് സങ്കടം വരിക. അതായാലും ഇപ്പോ പുതുമഹാരാജാവ് പറഞ്ഞു, അതേ പറഞ്ഞു ഞാൻ കണക്കൊന്നും കിട്ടണമല്ല, എന്നാൽ 100ാമത്തെയാണ് അദ്ദേഹം പൂർത്തിയാക്കാൻ സമ്മതിക്കില്ല. ഞങ്ങൾക്ക് യാഗത്തിന്റെ രഹസ്യമില്ല. എന്താ യാഗത്തിന്റെ രഹസ്യം? ഭഗവാനെ സന്തോഷിപ്പിക്കുക അല്ലേ? അത് ഒരു യാഗം കൊണ്ട് തന്നെ സന്തോഷിച്ചിരിക്കുന്നു. ഇനിയിപ്പോ 100 പൂർത്തീകരിക്കണമെന്ന് നിർബന്ധമൊന്നും വേണ്ട. അതുകൊണ്ട് യാഗം നിർത്തും. ഇനി യാഗം തുറന്നാൽ അയാൾ ഒരുപാട് വർഷങ്ങൾ സ്വീകരിക്കും. അതുകൊണ്ട് പ്രപഞ്ചത്തിലെ ആളുകൾക്ക് വല്ലാത്ത
ആദ്യത്തെ ആളെന്ന് നൽകിയതാണ്. അങ്ങനെ ഇപ്പോ ഇന്ദ്രനെ പറഞ്ഞപ്പോ ഇപ്പൊ ഇന്ദ്രൻ കാര്യം മനസ്സിലായത് പൃഥു തന്റെ സ്ഥാനം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല യാഗം നടത്തിയത്, ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോ ഈ അങ്ങനെയുള്ള ഭക്തനായിട്ടുള്ള പൃഥുവിനോട് ഈ തരത്തിൽ ഒരു അബദ്ധം ചെയ്തു അല്ലേ, അത് വലിയൊരു തെറ്റാണ്. അപ്പൊ അദ്ദേഹത്തോടൊന്ന് ക്ഷമ പറയണമെന്ന് മാപ്പ് പറയണമെന്ന് ഇന്ദ്രനെ വല്ലാണ്ട് തോന്നിയതാണ്. അപ്പോഴാണ് ഭഗവാനെ ചെന്ന് വിളിച്ചു ഇന്ദ്രൻ, ഭഗവാനെ എന്റെ കൂടെ ഒന്ന് ആ പൃഥുവിന്റെ യാഗശാല വരെ വരുമോ? നമുക്ക് പൃഥു യാഗം നിർത്തിയാൽ അവിടെ പോകണം കേട്ടോ, അവിടെ ഭഗവാനെ പൂജിച്ചുകൊണ്ട് ഈ ഇങ്ങനെ ഇരിക്കുക. അതുകൊണ്ടാണ് ഈ നവതാഭക്തിയിലെ അർച്ചനത്തിന് പൃഥുവിനെ ഉദാഹരണമായിട്ട് പറയുക. അദ്ദേഹം ഇങ്ങനെ ഭഗവാനെ അർച്ചിച്ച് ആ പരമാർത്ഥം കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെ അങ്ങനെ ഭഗവാനോട് വന്ന് പറഞ്ഞു എന്റെ കൂടെ ഒന്ന് വരണം, പൃഥുവിന്റെ യാഗശാലയിലേക്ക് പോകാനാണ്. ഭഗവാനാച്ചാലോ പൃഥുവിനെ അനുഗ്രഹിക്കാൻ അപ്പോഴാണ് ഒരു സന്ദർഭം കിട്ടുക എന്ന് പറഞ്ഞ് നോക്കി നിൽക്കുക. അപ്പോഴാണ് ഇയാൾ വന്ന് ഇങ്ങനെ പറയണം എന്നാ ആവട്ടെ എന്ന് പറഞ്ഞ് ഇന്ദ്രനോട് കൂടിയിട്ട് ഭഗവാൻ പൃഥു മഹാരാജാവിന്റെ യാഗശാലയിൽ എഴുന്നള്ളി നിൽക്കുക. തന്റെ യാഗശാലയിൽ ഇന്ദ്രനോട് കൂടി എഴുന്നള്ളി നിൽക്കുന്ന ഭഗവാനെ കണ്ടപ്പോ പൃഥു മഹാരാജാവിനുണ്ടായിരുന്ന സന്തോഷം പറയാൻ വയ്യ. കണ്ണൊന്നും ആനന്ദപ്പെട്ടിരിക്കുന്ന ധാരാളിയൊക്കെ ഒഴുകാൻ തുടങ്ങി. എന്തൊക്കെയോ പറഞ്ഞ് ഭഗവാനെ സ്തുതിക്കണമെന്നൊക്കെ ഒരക്ഷരം പുറത്തേക്ക് വരുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു കുറച്ചു നേരം ആ ഭാവത്തിൽ നിന്നു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, പൃഥു അങ്ങയുടെ യാഗം മുടക്കിയതില് ക്ഷമാപണം ചെയ്യാൻ ഇന്ദ്രൻ എന്റെ കൂടെ വന്നിട്ടുണ്ട്. അങ്ങ് അദ്ദേഹത്തോട് ക്ഷമിച്ചു എന്നൊരു വാക്ക് പറയണമെന്ന് പറയുകയാണ്. അങ്ങനെ കഴിയുന്നത് അതായത് ആത്മാവ് ശരീരമല്ല എന്ന് ബോധിച്ച കൂട്ടരാണ് നിങ്ങളെപ്പോലുള്ള മഹാത്മാക്കള് എന്ന് പറയുകയാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരാളോട് ശത്രുത കാണിക്കണമെങ്കിൽ എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ശത്രുത? ശരീരത്തെ ബേസ് ചെയ്തുകൊണ്ടാണ്. ആത്മാവിനെ ബേസ് ചെയ്തുകൊണ്ട് ശത്രുത കാണിക്കാൻ പറ്റില്ല. കാരണം ആത്മാവ് ഒന്നേ ഉള്ളൂ എന്നാണ് അല്ലേ. അപ്പോ ഈ ശരീരം സത്യമാണോ? അല്ല, അത് അവിദ്യാകാമകർമ്മങ്ങളെ കൊണ്ടുണ്ടായതാണ് അല്ലേ. അപ്പൊ അത് മിഥ്യയായിട്ട് ശരിയാ. അപ്പൊ അതിൽ ശത്രുത വെച്ച് പ്രവർത്തന കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ശത്രുതയ്ക്ക് ഒരു സ്ഥാനമില്ല ശരിക്കും പറഞ്ഞാല്. അപ്പോ അങ്ങനെ മനസ്സിലാക്കിയ ആളായതുകൊണ്ട് മറ്റുള്ളവരോട് കലഹിക്കുന്നത് ശരിയല്ല എന്നറിയാം ഇല്ലേ. അത് അതുകൊണ്ട് മഹാത്മാക്കൾ മറ്റുള്ളവരോടൊന്നും അങ്ങനെ അതായത് ഈ തരത്തിൽ കലഹിക്കില്ല. അതിന്റെ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച് ഈ ആത്മഭാവത്തെ കുറിച്ച് അറിഞ്ഞ ആളുകൾ വീണ്ടും ശരീരഭാവത്തെ അടിസ്ഥാനമാക്കിയിട്ട് കലഹിക്കാൻ തുടങ്ങിയാൽ പിന്നെ ആ ശാസ്ത്രം പഠിച്ചതുകൊണ്ട് എന്താ പ്രയോജനം ഇല്ലേ. അപ്പൊ അതുകൊണ്ട് ഇപ്പോ ഈ സത്സംഗം ചെയ്യുക, സത്സംഗത്തിലൂടെ ഭക്തി ഉണ്ടാവുക, ഭക്തിയിലൂടെ വൈരാഗ്യം ഉറക്കുക, വൈരാഗ്യം നിർമ്മാവുമ്പോൾ ആത്മജ്ഞാനം പ്രകാശിക്കുക. അപ്പൊ ഇതൊക്കെ ആ സാധനങ്ങളൊക്കെ പാഴായിട്ട് പോവുകയാണ് ഈ ശത്രുത കൊണ്ട് നടന്നാണെന്ന് പറയുകയാണ്. നോക്കൂ, ആത്മാവിന്റെ സ്വഭാവം എന്താണ്? ആ ഏക ശുദ്ധ സ്വയം ജ്യോതി നിത്യ നിർഗുണോ സോഗുണാശ്രയ സർവ്വ അമൃത സാക്ഷി നിരാത്മാ ആത്മാത്മന പര. അതായത് ആത്മാവ് ഏകനാണ്, ശുദ്ധനാണ്, സ്വയം പ്രകാശ സ്വരൂപിയാണ്, സത്വാദി ഗുണങ്ങളൊന്നും ബാധിക്കാത്ത ആളാണ്, എല്ലാ ഗുണങ്ങൾക്കും ആശ്രയമാണ്, എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്ന ആളാണ് അല്ലേ. സർവസാക്ഷിയാ, ഒരു ശരീരത്തോട് ബന്ധമില്ല, ശരീരത്തിന് സാക്ഷിയായിട്ട് നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള ആത്മാവ് തന്നെ താനായിട്ട് ഉറങ്ങേണ്ട എന്ന തത്വം മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾക്ക് ഒരിക്കലും ഈ പറഞ്ഞതുപോലെ ശത്രുതാ മനോഭാവമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുകയാണ്. അപ്പൊ അങ്ങ് ആ ഇന്ദ്രനോട് ക്ഷമിച്ചു എന്ന് പറയണമെന്നാണ്. ഇത് കേട്ടപ്പോ പൃഥു മഹാരാജാവ് പറഞ്ഞു, എനിക്ക് ഇന്ദ്രനോട് യാതൊരു വിരോധമില്ല. യാഗം നടക്കാൻ തടസ്സം ഉണ്ടാക്കിയപ്പോ എനിക്ക് ദേഷ്യം വന്നു, കൊല്ലാൻ പുറപ്പെട്ടു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇന്ദ്രനെ കെട്ടിപ്പിടിച്ച് തന്റെ സൗഹൃദം അറിയിച്ചു. ഇന്ദ്രൻ സമാധാനായി. ഇന്ദ്രൻ തിരിച്ച് സ്വർഗ്ഗലോകത്തേക്ക് പോയി. ഇന്ദ്രൻ പോയെങ്കിലും ഭഗവാൻ പോയില്ല. ഭഗവാൻ അവിടെ തന്നെ നിൽക്കുക. എന്താണ്? തന്റെ ഭക്തനായിട്ടുള്ള പൃഥുവിനെ അനുഗ്രഹിച്ചിട്ട് മതിയാവില്ല. അതുകൊണ്ട് പറഞ്ഞു, പൃഥു അങ്ങയുടെ ആ നിഷ്കാമ ഭക്തി, നിഷ്കാമ ഭാവം എന്നെ ശരിക്കും സന്തോഷിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. നോക്കൂ, അങ്ങ് എന്താ ചെയ്യേണ്ടത്? അങ്ങയുടെ കർത്തവ്യം ആ പ്രജാപരിപാലനം അല്ലേ, അത് അങ്ങ് എന്റെ പൂജയായിട്ട് ചെയ്യുക. ഇവിടെ ഈ പ്രപഞ്ചത്തില് 2-3 തരത്തിലുള്ള ആളുകൾ കാണും അല്ലേ. അതായത് ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകള്, അതുപോലെ തന്നെ നമ്മളെപ്പോലെ തന്നെ ഉള്ളവര്, നമ്മളെക്കാൾ താണ ആളുകള്, ഇവരെയൊക്കെ ഒരേ ഭാവത്തിൽ കാണണമെന്നാണ് കേട്ടോ. സുഖത്തിലും ദുഃഖത്തിലും മനസ്സ് ഒരേ ഭാവത്തിൽ നിർത്തിയിട്ട് ഈശ്വരനായിട്ടുള്ള ഞാൻ തന്ന ആ പരിപാലനങ്ങളോട് കൂടിയിട്ട് അങ്ങയുടെ കർത്തവ്യമാകുന്ന പ്രജാപരിപാലനം അങ്ങ് നിർവഹിക്കുകയാണെങ്കിൽ പ്രജകളുടെ ആ പുണ്യത്തിലൊരു അംശം രാജാവിന് കിട്ടും എന്ന് പറയാം. അപ്പൊ ധാർമ്മികമായിട്ട് രാജ്യം ഭരിക്കുന്ന രാജാവിന് നമ്മളിപ്പോ ഇവിടെ വന്ന് 10 നാമം ജപിച്ചാൽ ഇതിന്റെ ഒരു ഷെയർ അവർക്ക്, പക്ഷെ ഇപ്പൊ അത് കൊടുക്കില്ല.
കൊടുക്കണ്ട. എന്താ അറിയുക, പൂവിൽ പൊരിക്കുകയും വേണ്ട. കാരണം അങ്ങനെയുള്ള ആളുകളൊന്നും അല്ല നമ്മളെ ഭരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് തന്നെ കിട്ടുന്നത് ഞാൻ കൊടുക്കേണ്ട കാര്യം വലിയ ഏതായാലും. അപ്പോ അങ്ങനെയാണ് രാജാവിന് പുണ്യം ഉണ്ടാവുക. പ്രജകൾ ചെയ്യുന്ന പുണ്യത്തിന്റെ അനുഭവം രാജാവിന് കിട്ടും. അല്ല ഈ സ്വധർമാചരണത്തിലൊന്നും പ്രാധാന്യം കൊടുക്കാണ്ട് വെറും അതായത് നികുതി മാത്രം ഈടാക്കിയിട്ട് പ്രജകളെ രാജാവ് ഭരിക്കുകയാണെങ്കിലോ അവരുടെ രാജാവിന്റെ പുണ്യക്ഷേത്രത്തിന് മാത്രമല്ല പാപം അനുഭവിക്കേണ്ടതായിട്ടും വരുന്നു പറയുകയാണ്. പിന്നെ അങ്ങയുടെ ആ നിഷ്കാമ കർമ്മം എന്നെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അങ്ങ് അതായത് അങ്ങക്ക് 4 മഹർഷിമാരെ, അതായത് സനകാദി മഹർഷിമാരെ കാണാനും അവരിൽ നിന്ന് ജ്ഞാനോപദേശം സ്വീകരിക്കാനും അങ്ങക്ക് കഴിയും എന്ന് പറയുകയാണ്. ഇതൊക്കെ കേട്ടു സന്തോഷമായി. അതെ, ഞാനിപ്പോ അങ്ങക്ക് വരം തരാൻ വേണ്ടിയിട്ടാണ് അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്നത്. എന്താ വരം വേണ്ടത് ചോദിച്ചോളൂ, എന്ത് വരം വേണമെങ്കിലും ഞാൻ തരാം. ഇത് കേട്ടപ്പോ പൊതുവെ ചിരിച്ചു. കേട്ടില്ല ഇവിടെ പറയാ, വരാൻ വിഭോ തദ്വരദേശകാത്ഭുത ഗുണവിക്രിയ അല്ലയോ ഭഗവാനെ, എന്തിനാ വരെന്ന് ചോദിക്കുക. ഈ വരെന്നൊക്കെ പറഞ്ഞാല് 2 കാറ്റഗറിയിൽ പെടും. ഒന്ന് ലോക വിഷയങ്ങൾ. ഇപ്പൊ നമ്മളിപ്പോ ഇവിടുത്തെ അനുഭവങ്ങളും വിഷയങ്ങളും സുഖങ്ങളൊക്കെ ഭഗവാനോട് ചോദിക്കുകയാണെങ്കിൽ അത് ഭഗവാൻ തരും. പക്ഷെ ഇത് ഭഗവാൻ ചോദിക്കേണ്ട കാര്യമില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. നമ്മൾ അനുഭവിക്കുന്ന ഈ വിഷയ സുഖങ്ങളൊക്കെ നരകത്തിൽ പോയാലും സുലഭമായിട്ട് കിട്ടും. അവർക്ക് ഭഗവാനോട് പ്രത്യേകിച്ച് ചോദിച്ചു മേടിച്ച് സമയം കളയേണ്ട കാര്യമില്ല. എന്നാൽ പിന്നെ അടുത്തത് മോക്ഷമാണ്. അടുത്തത് അത് ഭഗവാന്റെ കയ്യിൽ മാത്രമാണുള്ളത് അല്ലേ. എന്നാൽ ആ മോക്ഷം ചോദിച്ചിട്ടുണ്ടെന്നാണെങ്കിൽ എനിക്ക് മോക്ഷം ആവശ്യമില്ല. എന്താണ് ഈ മോക്ഷത്തിന്റെ കുഴപ്പമില്ല. താനാകുന്ന ജീവൻ ഈശ്വരനാകുന്ന ബ്രഹ്മതത്വത്തിൽ ലയിച്ച് ഒന്നാകുക. അവിടെ എന്താ സുഖം ആക്കുവാനില്ല. അപ്പോ അത് എനിക്ക് അതും ആവശ്യമില്ല. പിന്നെ എന്താ വേണ്ടത്, ഭഗവാനെ അവിടുത്തെ ഭക്തന്മാരുടെ മുഖത്ത് നിന്ന് അവിടുത്തെ മഹാത്മ്യങ്ങൾ കേട്ടിട്ട് എനിക്ക് കൊത്തിത്തീരുന്നില്ല എന്നാണ്. അത് ഭഗവാന്റെ മഹാത്മ്യം കേൾക്കാൻ എനിക്ക് 2 ചെവിയുള്ളൂ എന്നാണ്. ആ 2 ചെവി കേട്ടത് കൊണ്ട് പോരാ. അതുകൊണ്ടോ 1000 അതായത് അനവധി ചെവികൾ എനിക്ക് തരണം. അനവധി ചെവി എന്നല്ല എൻ്റെ അർത്ഥം. എവിടെയൊക്കെ സത്സംഗത്തിലൂടെ ഭക്തന്മാര് ഭഗവാന്റെ കഥ പറയുന്നുണ്ടോ അവിടെയൊക്കെ ചെന്നിരുന്ന് അത് കേൾക്കാനും അതിലൂടെ ഭക്തി വളർത്താനും മനസ്സിനെ ശുദ്ധമാക്കാനും കഴിയണം. ഭഗവാനെ ഭക്തന്മാരുടെ മുഖത്ത് നിന്ന് അവിടുത്തെ കഥകൾ കേൾക്കുന്ന സമയത്തുണ്ടാവുന്ന ആനന്ദം നിർഗുണ നിരാകാരമായിട്ട് ബ്രഹ്മത്തിൽ പോലും ഇല്ല. അപ്പൊ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പറയുകയാണ്. പിന്നെ ഞാൻ പൂജിക്കുന്നത് അങ്ങയുടെ പാരായണമാണ്. ലക്ഷ്മി ദേവിയും അങ്ങയുടെ പാദത്തെയാണ് പൂജിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ 2 പേരും കൂടെ ഒരേ വസ്തുവിന് വേണ്ടിയിട്ടാണ് അല്ലേ പ്രയത്നിക്കുന്നത്. പക്ഷേ ലക്ഷ്മി എങ്ങനെ പൂജിക്കുക? സർവൈശ്വര്യ പരിപൂർണമായിട്ടുള്ള പൂജയാണ് ലക്ഷ്മിയുടെ. എന്റെ പൂജയോ നിഷ്കളങ്ക ഭക്തി കൊണ്ടുള്ള പൂജയാണ്. അപ്പൊ സർവൈശ്വര്യ പരിപൂർണമായിട്ടുള്ള ലക്ഷ്മിയുടെ പൂജയെ അങ്ങ് 2ാം ക്ലാസ് എന്നിട്ട് എന്റെ ഭക്തന്റെ പൂജയാണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞ് എന്നെ 1ാം ക്ലാസ്സിലാക്കാം. അതിപ്പോ ലക്ഷ്മിക്ക് ചുറ്റിയെടുക്കും അല്ലേ. അപ്പൊ ലക്ഷ്മിക്ക് എന്നോട് വിരോധം തോന്നും. അപ്പൊ ഞാൻ ലക്ഷ്മി തമ്മിൽ ചിലപ്പോ അടിയുണ്ടാവും. അതില്ലാണ്ട് ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് പറയുകയാണ്. പിന്നെ എനിക്ക് എന്താണ് വേണ്ടതെന്ന് എനിക്കറിയില്ല. പിന്നെയോ എന്തോന്ന് തന്നാൽ എനിക്ക് ശ്രേയസ്സായിട്ട് ഭവിക്കുമോ അതെനിക്ക് തന്നാൽ മതി. അല്ലാണ്ട് വേറെ ഞാനൊന്നും ഇന്നത് വേണമെന്ന് ഞാൻ പറയില്ല. എന്താ യഥാചരേ ബാലഹിതം പിതാ സ്വയം. ഒരു പിതാവ് ഒരു പുത്രനെ എന്ത് കൊടുത്താലാണ് ശ്രേയസ്സാവുക? അതല്ലേ അച്ഛൻ കൊടുക്കുള്ളൂ. അപ്പൊ അത് അതുപോലെ എനിക്ക് എന്ത് തന്നാൽ എനിക്ക് ശ്രേയസ്സായിട്ട് ഭവിക്കുമോ അത് തന്നെ ഞാൻ ഗ്രഹിക്കണേ എന്നാണ്. ഇത് കേട്ടപ്പോ പറഞ്ഞു, ഭഗവാൻ രാജാവേ എനിക്ക് മോഹത്തില്ല അറിയാം. എനിക്ക് ഇഷ്ടം പോലെ സത്സംഗത്തിൽ വേണ്ടത്. ഇഷ്ടം പോലെ സത്സംഗത്തിന് അവസരം ഉണ്ടാവും. ജീവിതത്തിന്റെ അന്ത്യത്തില് ജന്മസിദ്ധന്മാരായ സനകാദി മഹർഷിമാരെ കാണാനും അവരിൽ നിന്ന് ജ്ഞാനോപദേശം സ്വീകരിക്കാനും അങ്ങക്ക് കഴിയും. അതിന്റെ അടിസ്ഥാനത്തില് അങ്ങ് അതാ ആത്മനിഷ്ഠനായിട്ട് മാറുന്നു പറഞ്ഞ് ആഗ്രഹിച്ചു എന്നാണ്. അത് കഴിഞ്ഞ് ഭഗവാൻ പോയി. ഇപ്പോ അദ്ദേഹം രാജ്യം ഭരിക്കുകയാണ്. അപ്പോഴാണ് ഒരു സത്രം അദ്ദേഹം വിളിച്ചു കൂട്ടി. ആ സത്രത്തില് ഒരുപാട് പ്രജകളൊക്കെ അതിൽ പങ്കെടുക്കാൻ മക്കളൊക്കെ അവിടെ. അവരെയൊക്കെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം പറയുകയാണ്, അതെ ഞാൻ പറഞ്ഞത് ശരിക്ക് കേൾക്കണം കേട്ടോന്നാണ്. നിങ്ങളുടെയൊക്കെ നേതാവായിട്ട് ഭഗവാൻ എന്നെയാണ് രാജാവായിട്ട് നിയോഗിച്ചിരിക്കുന്നത്. ഒരു രാജാവിന്റെ ധർമ്മം എന്താ? സ്വയം ധർമ്മം ആചരിച്ച് പ്രജകളെ കൊണ്ട് ധർമ്മം ആചരിപ്പിച്ചുകൊണ്ട് വേണം രാജാവ്
ഭരിക്കാൻ. അല്ലാതെ പ്രജകളെ ധാർമ്മികന്മാരാക്കി തീർക്കാതെ രാജ്യം ഭരിച്ചാൽ ആ രാജാവിന് പ്രജകളുടെ പാപത്തിന്റെ അക്ഷം കുരിക്കേണ്ടി വരുന്നതാണ് ശാസ്ത്രം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭാവിയാക്കരുത് എന്ന് പറയുകയാണ്. എന്താ നമ്മുടെയൊക്കെ ധർമ്മം? ഈശ്വരന്റെ ഭക്തി വളർത്തിക്കൊണ്ട് ജീവിക്കുക. അതാണ് നമ്മുടെയൊക്കെ ധർമ്മമായിട്ടിരിക്കുന്നത്. നോക്കൂ, ഇവിടെ അതായത് ചില ആളുകൾ ഈശ്വര നിഷേധികളായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അത് വളരെ തുച്ഛുള്ളൂ. അത് ആ വേദനയെ പോലെ ചില ആൾക്കാരാണ് ഈശ്വരനില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഈ പ്രപഞ്ചത്തിന്റെ നേതാവായിട്ട് ഒരു ശക്തിയുണ്ട്. അതാണ് ഈശ്വരൻ എന്ന് പറയുകയാണ്. വെറുതെ പറഞ്ഞതല്ല അത്. ഈ നോക്കൂ, പ്രപഞ്ചത്തിലെ കാര്യങ്ങളൊക്കെ വളരെ ചിട്ടയായിട്ട് നടക്കണം അല്ലേ? കിഴക്കന്യാ സൂര്യ ഉദിക്കണം, പടിഞ്ഞാറന്യാ അസ്തമിക്കുന്നത്. ഏതൊക്കെ പാർട്ടികൾ മാറി മാറി വെച്ചു എന്നിട്ട് ഇതിന് വളരെ മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇതൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഇതിനെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് ഇതിന്റെ അപ്പുറത്തിന് ശക്തിയുണ്ട്. ആ ഈശ്വരന്റെ അസ്തിത്വത്തിന് പാത്രീഭൂതന്മാരായിട്ടുള്ള ആളുകളാണ് മനു, ഉത്താനപാദൻ, ധ്രുവൻ, പ്രിയവ്രതൻ, അംഗമഹാരാജാവ്, പ്രഹ്ലാദൻ, മഹാബലി തുടങ്ങിയിട്ടുള്ളവരൊക്കെ. അവരവരുടെ ജീവിതം കൊണ്ട് കാണിച്ചു തന്നിട്ടുണ്ട് ഈശ്വരനെ. നമ്മളും അവരെ പോലെ ധാർമ്മികന്മാരായി തീർന്ന് ഭഗവത് ഭക്തി വളർത്തി ജീവിക്കുകയാണെങ്കിൽ നമുക്കും ആ ഈശ്വരനെ അനുഭവിക്കാം. അതിനുള്ള വഴി എന്താ? ഈശ്വരനെ അനുഭവിച്ച മഹാത്മാക്കളെ ചെന്ന് കാണുക, അവരുടെ പരാരവിന്ദങ്ങളിൽ വീട് നമസ്കരിക്കുക, അവർക്ക് വേണ്ട അതായത് കൈകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അങ്ങനെ അവരുടെ അനുഗ്രഹത്തിന് പാത്രമാവുക. അവരുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ആ ആത്മഭാവത്തെ അനുഭവിക്കാനായിട്ട് കഴിയും. ഒരിക്കലും മഹാത്മാക്കളുടെ തിരസ്കാരത്തിന് പാത്രമാവരുത്. അവരുടെ അനുഗ്രഹമാണ് വേണ്ടത്. അതുകൊണ്ട് അവരെ നോക്കൂ, ഭഗവാൻ വിഷ്ണു ഭഗവാൻ പോലും മഹാത്മാക്കളുടെ പിന്നാലെ നടക്കും. ലക്ഷ്മി ദേവി എപ്പോഴും വിഷ്ണു ഭഗവാനെ സേവിക്കാൻ. കാരണം ഭഗവാൻ നല്ല സത്യനെ സേവിക്കുന്നതുകൊണ്ടാണ് പറയുക. അപ്പൊ നിങ്ങളും അത്തരത്തില് കേട്ടപ്പോ പ്രജകൾ പറയും, നോക്കൂ, നമ്മുടെ രാജാവിന്റെ ധർമ്മനിഷ്ഠ ദുഷ്ടനായിട്ടുള്ള വേനലിൽ നിന്നാണ് പൃഥു ഉണ്ടായിട്ടില്ലേ? അതുകൊണ്ട് വേനൽ ശരിക്കും പറഞ്ഞ നരകത്തിലേക്ക് പോകുന്ന ആളാ. പക്ഷേ ഈ പൃഥുവിന്റെ ധാർമ്മിക ഭാവം കൊണ്ട് വേനൽ പോലും സദ്ഗതി കിട്ടും. എങ്ങനെ? ഹിരണ്യകശിപുവിന് പ്രഹ്ലാദനായ ഒരു പുത്രൻ ഉണ്ടായിട്ട് പരമഗതി കിട്ടിയത് പോലെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പ്രശംസിച്ചു. അവരെ പറഞ്ഞു പോയി. പിന്നെ അദ്ദേഹം കുറച്ചു കാലം കൊണ്ട് രാജ്യം ഭരിച്ചു. ഒരു ദിവസം തന്റെ ഉദ്യാനത്തില് ഇങ്ങനെ നടക്കുക. അപ്പോഴാണ് സൂര്യപ്രകാശ തേജസ്സുള്ള 4 മഹാത്മാക്കൾ അവിടെ കണ്ടുവന്നാണ്. ആരാ? സനകാദി മഹർഷിമാരാണ്. ആ വേഗത്തിൽ അവരുടെ കാക്കല് നമസ്കരിച്ചു. പറഞ്ഞു, അതെ, ഞാൻ ധന്യനായി 4 പീഠം കൊടുത്ത് എത്തിയിട്ട് അവരെ വേണ്ടതുപോലെ പൂജിച്ച ശേഷം പറഞ്ഞു, അതെ, ഞാൻ ധന്യനായി. നിങ്ങളുടെ ദർശനം കൊണ്ട്, അതുപോലെ നിങ്ങളുടെ പാദസ്പർശനം കൊണ്ട് എന്റെ കൊട്ടാരവും ധന്യമായി തീർന്നു. നോക്കൂ, കൊട്ടാര സദൃശമായിട്ടുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. ശരിയാ. പക്ഷെ അതില് മഹാത്മാക്കളുടെ പാദസ്പർശം ആ വീട്ടിൽ ഏറ്റിട്ടില്ലെങ്കിൽ അതിനെ വീടെന്ന് പറയാൻ പറ്റില്ല. പിന്നെ വ്യാളാലയ ഗൃഹമാണെന്നാ പറയേണ്ടത്. അതായത് നല്ല ചന്ദനങ്ങൾ വലിയ തടിയ, അതിന് നടുവിലൊരു പോട്, അതിനകത്തൊരു മൂർക്കപ്പാപ്പുണ്ടെങ്കിലോ അതിൻ്റെ അടുത്തുള്ള ആരെങ്കിലും പോകും ഇല്ല. അപ്പൊ അതുപോലെയാണ് ആ കണക്കാക്കുന്നത് സജ്ജനങ്ങളെ സേവിക്കാത്ത വീട് എന്നുള്ളത്. അതുകൊണ്ട് ഇപ്പോ ഞാനും എന്റെ കൊട്ടാരവും നിങ്ങളുടെ പാദസ്പർശം കൊണ്ട് ശുദ്ധമായിട്ട് തീർന്നു എന്ന് പറയുകയാണ്. പിന്നെ സാധാരണ ആളുകളെ പോലെ, അതായത് വെറുതെ ഈ കുശല പ്രശ്നം ചോദിച്ചിട്ട് ഞാൻ സമയം കളയാൻ ഇഷ്ടപ്പെടുന്നില്ലെന്നാണ് പൃഥു സർക്കാരിനോട് പറയണത്. നമ്മൾ സാധാരണ ഭാര്യ കണ്ടാൽ എന്താ ചോദിക്കുക? സുഖാണോ അല്ലേ? നിങ്ങൾ അയാളെ കാണുമ്പോൾ സുഖാണെന്ന് ചോദിക്കുക. കാരണം അയാൾക്ക് സുഖം ഉണ്ടാവില്ല എന്ന് അറിഞ്ഞിട്ട് തന്നെ ഇല്ലേ? നമുക്കറിയാം, നമ്മൾ സുഖം അനുഭവിച്ചിട്ടില്ല. അപ്പൊ അയാൾക്കത് ഉണ്ടാവില്ല എന്ന് അറിഞ്ഞപ്പോൾ ഉടനെ തന്നെയാണ് നമ്മള് അയാളുടെ സുഖം. അത് നമ്മൾ ഇപ്പൊ ഇത്രയും കാലം സുഖമാണെന്ന് ചോദിച്ചിട്ട് ആരാ നമ്മളോട് 10-15 കൊല്ലായിട്ട് ഞാൻ സുഖമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇല്ല. കാരണം നമുക്കത് കിട്ടില്ല. ഈ ശരീരം കൊണ്ട് കിട്ടേണ്ടതല്ല സുഖം. ശരീരം എന്താന്ന് പറഞ്ഞില്ലേ, കർമ്മം ചെയ്തിട്ട് കിട്ടുന്നതാണ് അല്ല. അപ്പോ പിന്നെ എന്തുകൊണ്ടാണ് പൃഥുമഹാരാജാവ് അവരോട് ഞാൻ സുഖമാണെന്ന് ചോദിക്കില്ല എന്ന് പറഞ്ഞത്? അവര് സുഖദുഃഖങ്ങൾക്ക് അതീതന്മാരാണ് അല്ലേ? മഹാത്മാക്കൾക്ക് സുഖമുണ്ടോ ദുഃഖമുണ്ടോ? അവരെപ്പോഴും ആനന്ദ സ്വരൂപില്ല. അവരെ ആശ്രയിച്ച ഭക്തന്മാർക്ക് ആനന്ദം വാരി വെറുതെ കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ള നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത് എന്താ അറിയോ? ഈ സംസാരത്തിൽ ബന്ധപ്പെട്ട ജീവന് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അനുഷ്ഠാനം എന്താണ്?
ഇത് കേട്ടപ്പോ ആ സംഘാതികൾ പറഞ്ഞു, രാജാവേ ഇത് അങ്ങയ്ക്ക് വേണ്ടി ചോദിച്ചതൊന്നും അല്ലാത്തതാണ്. പിന്നെയോ അങ്ങയ്ക്ക് സംസാര ബന്ധമൊന്നുമില്ല, പിന്നെ അങ്ങയുടെ പ്രജകളെ ഉദ്ദേശിച്ച് ചോദിച്ചതാണ്. അതുകൊണ്ട് ഞങ്ങൾ മറുപടി പറയാം. എന്താണ്? രണ്ട് സംഗതികളാണ് സംസാര ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന ആള് ചെയ്യേണ്ടത്. എന്താ? അതായത് ആത്മരതിയും വിഷയവൈരാഗ്യവും. ആത്മരതി എന്ന് വെച്ചാല് ഭഗവാനോട് തോന്നുന്ന അങ്ങേറ്റത്തെ പ്രേമം, ഭക്തി. ഭഗവാനോട് അങ്ങേറ്റത്തെ പ്രേമം തോന്നണമെങ്കിൽ ഭഗവാൻ അല്ലാത്ത വിരോധ പദാർത്ഥങ്ങളോട് ഒട്ടും പ്രേമം ഉണ്ടാവാൻ പാടില്ല. അതാണ് വിഷയവൈരാഗ്യം. അപ്പൊ ഇത് രണ്ടും നമ്മൾ അനുഷ്ഠിക്കുകയാണ്, ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ നമുക്കൊരു സംസാര ബന്ധമൊന്നും ഉണ്ടാവില്ല. എങ്ങനെ ആത്മരതി ഉണ്ടാവുക? ശാസ്ത്രത്തിലും ഗുരുപദേശത്തിലും ഉള്ള വിശ്വാസമാകുന്ന ശ്രദ്ധ ഉണ്ടാവുക. അതുപോലെ ഈ നമ്മൾ ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ എന്തൊക്കെ ചെയ്യുന്നോ അതൊക്കെ ഭഗവാൻ സമർപ്പിക്കുന്ന ഭാഗവത ധർമ്മത്തെ ആചരിക്കുക. പിന്നെ ഈശ്വര തത്വത്തെ അറിയണമെന്നുള്ള ആഗ്രഹം ഉള്ളിൽ എപ്പോഴും ഉണ്ടാവുക. ആധ്യാത്മിക യോഗ സാധനങ്ങളൊക്കെ ചെയ്യുക. യോഗേശ്വരന്മാരായ മഹാത്മാക്കളുമായിട്ട് സത്സംഗം ചെയ്യുക. നിത്യവും ഭഗവത് കഥകളൊക്കെ കേൾക്കുക. പിന്നെ ഈ വിഷയാസക്തന്മാരുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുക. പിന്നെ അഹിംസ, അത് നമ്മൾ ഒരു ജീവിയെയും മനസ്സുകൊണ്ട് പോലും ഉപദ്രവിക്കരുത്. പരമഹംസന്മാരുടെ പദത്തില് എപ്പോഴും അതായത് നമുക്ക് സ്മരണ ഉണ്ടാവണം. ഭഗവാന്റെ ലീലകളെ കുറിച്ച് സ്മരിക്കുക. യമനിയമങ്ങളെയൊക്കെ ആചരിക്കുക. സകലവിധ കർമ്മങ്ങളെയും ഉപേക്ഷിക്കുക. വരുന്ന സുഖദുഃഖങ്ങളെ ചിന്തയോ ആവലാതിയോ കൂടാണ്ട് സഹിക്കുക. ഇങ്ങനെ ആ ഭഗവത് കഥകള്, അമൃതതുല്യമായിട്ട് കഥകളെ വീണ്ടും വീണ്ടും കേൾക്കുക. ഈ അനുഷ്ഠാനങ്ങളെ കൊണ്ട് ക്രമേണ ഭക്തി വളരും. അങ്ങനെ ഭക്തി വളർന്നാലോ ഈ പ്രപഞ്ച വസ്തുക്കളില് വൈരാഗ്യവും പതുക്കെ വരും. അങ്ങനെ ആ നിർഗുണ ബ്രഹ്മമാകുന്ന ആത്മാവില് ദൃഢമായിട്ടുള്ള താല്പര്യം ഉറക്കുന്നതാണ്. അങ്ങനെ ആത്മാവിനെ അറിയണം, അല്ലെങ്കിൽ ആത്മാവിന് താല്പര്യം ഉറച്ചാൽ ഒരു ഗുരുനാഥനെ ആശ്രയിക്കാൻ പറ്റും. ആ ഗുരുനാഥന്റെ ഉപദേശം കൊണ്ട് താൻ ആത്മാവാണെന്നുള്ള ജ്ഞാനം ഉണ്ടാകും. ആ ജ്ഞാനത്തെ വൈരാഗ്യം കൊണ്ട് ഓർപ്പിക്കണമെന്നാണ്. അങ്ങനെ വൈരാഗ്യം കൊണ്ട് മനസ്സ് വൈരാഗ്യം കൊണ്ട് കുറച്ചു കഴിഞ്ഞാല് എന്താ? ജീവഭാവത്തെ നിലനിർത്തുന്നതും 5 വിധ ക്ലേശങ്ങളോടും കൂടിയ നമ്മുടെ അന്ധകരണത്തെ നമുക്ക് നശിപ്പിക്കാൻ പറ്റുന്നതാണ്. ഈ അന്ധകരണമാണ് ഈ ജീവനെ ഈശ്വരനിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത്. അതിൽ 5 ക്ലേശങ്ങളുണ്ട് എന്നാ പറയുക. ഏതാ 5 ക്ലേശങ്ങള്? നമ്മൾ അനുഭവിക്കുന്ന ക്ലേശങ്ങളാണ് അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം. ഇതിനെയാണ് പഞ്ചക്ലേശങ്ങൾ എന്ന് ശാസ്ത്രത്തിൽ പറയുക. അപ്പൊ ഈ 5 തുല്യ ക്ലേശങ്ങൾ നീങ്ങിയാൽ പിന്നെ ജീവന മുക്തി കിട്ടും. അപ്പോ അതിന് ഈ അന്ധകരണത്തില് ഈ 5 വിധ ക്ലേശങ്ങളും ഇല്ലാണ്ടാകും. അതോടുകൂടി അന്ധകരണം ഇല്ലാണ്ടാകുന്ന. അന്ധകരണം ഇല്ലാണ്ടായാലോ പിന്നെ അവിടെ അന്ധകരണം ഉള്ളത് കൊണ്ട് ജീവൻ വേറെ ഈശ്വരൻ വേറെ എന്നുള്ള തോന്നല് വന്നു. അന്ധകരണം പോയപ്പോൾ അതില്ല. നോക്കൂ, കണ്ണാടി നോക്കിയാൽ കണ്ണാടിയിൽ പ്രതിബിംബിക്കുന്ന മുഖവും കാണാം. നമ്മുടെ മുഖം ഇവിടെ യഥാർത്ഥമായിട്ട് ഇല്ലേ? കണ്ണാടി തെച്ചു കുറിച്ചു കഴിഞ്ഞാലോ സ്വന്തം മുഖം മാത്രം അവശേഷിക്കുക അല്ലേ? ഇതുപോലെ അന്ധകരണം ഉള്ളപ്പോഴാണ് ഈശ്വരൻ വേറെ ജീവൻ വേറെ, ആ ജീവനാൽ കാണപ്പെടുന്ന ജഗത്ത് വേറെ എന്നൊക്കെ തോന്നലുണ്ടാവുന്നത്. അന്ധകരണമാകുന്ന ഉപാധി നീങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ജീവനായിട്ടിരിക്കുന്നതും ജഗത്തായിട്ടിരിക്കുന്നതും ആത്മാവായിട്ടിരിക്കുന്നതും ഒരു വസ്തു എന്ന് നമുക്ക് ബോധിക്കാനായിട്ട് കഴിയും. അതോട് കൂടിയിട്ട് ആ ഭേദഭാവന അതോടുകൂടി നീങ്ങുകയാണെന്ന് പറയുകയാണ്. അങ്ങനെ നീങ്ങിയാലോ ആ ആത്മഭാവം നമ്മുടെ ഉള്ളില് ഉറയ്ക്കുന്നതാണ്. അപ്പോ അങ്ങനെ ആ ആത്മഭാവം ഉറച്ചാൽ എപ്പോഴും അതിനെക്കുറിച്ച് തന്നെ മനനം ചെയ്യുന്നുണ്ട്. ബ്രഹ്മാസ്മി എന്ന ആ ഭാവം എപ്പോഴും മനസ്സിൽ ഉറപ്പിക്കണം. അങ്ങനെ ഉറച്ച നിരന്തരമുള്ള ആ ഒരു ഭാവം ബ്രഹ്മാസ്മി എന്നുള്ള ബോധം നിരന്തരം നമ്മൾ ഉപാസിക്കുകയാണെങ്കിൽ അതുകൊണ്ട് നമ്മുടെ സകലവിധ കർമ്മവാസനകൾ നശിച്ച് ആ ജീവൻ അവിടെ എത്തും, ആത്മഭാവത്തെ പ്രാപിക്കുന്ന വഴിയാണ്. അല്ലയോ ബുദ്ധോ, ഈ സംസാരമുണ്ടല്ലോ ഇത് 5 കൂറ്റൻ മുതലകൾ നടന്നതാണ്. ഇത് കടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് വേണം 5 കൂറ്റൻ മുതലകൾക്ക് മുക്കാൻ കഴിയാത്തതായ ഒരു തോണിയിൽ കയറിയിട്ട് വേണം ഇതിനെ കടക്കാൻ. ഏതായി 5 കൂറ്റൻ മുതലകള്? 5 ഇന്ദ്രിയങ്ങളും മനസ്സുമാണ്. ഈ 6 മുതലകൾക്ക് മുക്കാൻ കഴിയാത്ത തോണിയാണ് ഭഗവാന്റെ പാരായണങ്ങളിലുള്ള ഭക്തി എന്നാണ്. അപ്പോഴോ ആ ഭക്തി വളർത്തിയിട്ട് വൈരാഗ്യം ഉറപ്പിച്ച് ഈ സംസാരത്തെ നമുക്ക് തരണം ചെയ്യാനെ കൊണ്ട് കഴിയുകയാണ്. ഈ ഇരുത്തത് നടക്കുമ്പോഴേ അത് കയറ് കണ്ടു കഴിഞ്ഞാൽ പാമ്പായിട്ട് തെറ്റിദ്ധരിക്കില്ലേ? അതോടുകൂടി നമുക്ക് ഭയം ദുഃഖമൊക്കെ വരും. ഈ കയറിനെ അറിയാത്തതാണ് പാമ്പ് എന്നുള്ള തോന്നൽ വരുന്നത്. അപ്പോ ഈ കയറിനെ അറിഞ്ഞാലോ പിന്നെ അവിടെ പാമ്പില്ലാണ്ടാവും. ഇതുപോലെ ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രപഞ്ചം എന്നുള്ളത് ഇല്ല. അതുകൊണ്ടാണ് ബ്രഹ്മസത്യം
വ്യക്തിയാണ് പറയുന്നതെന്നാണ്. ഇപ്പോൾ ഈ തരത്തിലുള്ള ഉപദേശങ്ങളൊക്കെ കിട്ടിയപ്പോൾ ഋതുമഹാരാജാവ് പറയുകയാണ്, അതെ ഭഗവാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ കാണുമെന്നും നിങ്ങളിൽ നിന്ന് ജ്ഞാനോപദേശം ലഭിക്കാൻ കഴിയുമെന്നും. ആ വാക്ക് സത്യമാക്കാനാണ് ഇപ്പോൾ നിങ്ങൾ എൻ്റെ കൊട്ടാരത്തിൽ വന്നത്. ഞാൻ ധന്യനായി. ഇതിനെന്ത് ദക്ഷിണ നിങ്ങൾക്ക് ഞാൻ തരിക? നിങ്ങൾ കാണിച്ച ഒന്നിൻ്റെ ആവശ്യമില്ല. ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് സമർപ്പിക്കണമെന്ന് പറഞ്ഞ് നമസ്കരിച്ചു. അവരവിടെ പോയി കാണാം. അത് കഴിഞ്ഞ് പിന്നെ മൃദു തനിക്ക് ഏകദേശം വൈരാഗ്യമൊക്കെ വന്നു. അഭ്യർത്ഥിയിരുന്നെങ്കിൽ അദ്ദേഹം മക്കളെ രാജ്യഭരണം ഏൽപ്പിച്ചിട്ട് അദ്ദേഹം തപസ്സിനായിട്ട് ഭാര്യയോട് കൂടി കാട്ടിലേക്ക് പോവുകയാണ്. ആർച്ചിസറാണിയോട് കൂടിയിട്ട്. അതായത് 5 പുത്രന്മാരാണ് അദ്ദേഹത്തിനുള്ളത്. അതിൽ വിജിതാശ്വനാണ് മൂത്തപുത്രൻ. അദ്ദേഹത്തിന് രാജ്യഭരണം ഏൽപ്പിച്ചിട്ട് പോയത്. അങ്ങനെ അദ്ദേഹം കാട്ടിൽ ചെന്ന് ആ നിരന്തര ധ്യാനത്തിലൂടെ ആ ശരീരം ഉപേക്ഷിക്കുകയാണ്. അദ്ദേഹം ഒരുപാട് സാധനങ്ങളൊക്കെ കാട്ടിൽ വെച്ച് രക്ഷിക്കുന്നുണ്ട്. അവസാനം മനുഷ്യനെ ആത്മാവിൽ ഉറപ്പിച്ച് ആ ശരീരത്തെ അദ്ദേഹം ഉപേക്ഷിക്കുന്നു. നിർഭീക സമാധിയുടെ ശരീരം ഉപേക്ഷിച്ചു. അർച്ചിസറാണിയോ തൊട്ട് നോക്കുമ്പോൾ ഭർത്താവിന്റെ ശരീരം തണുപ്പതായിട്ട് കണ്ടു. മരിച്ചെന്ന് മനസ്സിലായി. കുറച്ച് കരികളൊക്കെ ഉണ്ട്. അത് കഴിച്ചിട്ട് കുറച്ച് വിറകൊക്കെ കൂട്ടി ചെറിയിട്ടാക്കിയിട്ട് ആ ചെറിയ ഭർത്താവിന്റെ ശരീരം എടുത്ത് വെച്ചു. നോക്കൂ, അർച്ചിസറാണിയുണ്ടല്ലോ ഈ പരിപാലത്തിന് അച്ഛനോട് നടക്കാത്ത ആളാ. പക്ഷെ കാട്ടില് ഭർത്താവിനെ കരികരിച്ചു വന്നൊക്കെയാണ് കഥ. അർച്ചിസിന്റെ ത്യാഗബുദ്ധിയാണ് അവിടെ കാണിക്കുന്നത്. ഇതുകൊണ്ട് ദേവസ്ത്രീകൾക്ക് പോലും ആശ്ചര്യം തോന്നിയിട്ടുണ്ടെന്നൊക്കെയാണ് അവിടെ പറയുക. അങ്ങനെ ആ ചെത ധരിച്ച് കത്തുന്ന സമയത്ത് ഭക്തസ്മരണയോട് കൂടിയിട്ട് ആ അർച്ചിസറാണി ചെതയിൽ പ്രവേശിച്ച് ബ്രഹ്മപദത്തെ പ്രാപിച്ചു എന്ന് പറയുകയാണ്. ഇങ്ങനെയുള്ള ഈ പൃഥ്വിമഹാരാജാവിന്റെ ചരിത്രം അതായത് ശരിയായിട്ട് നമ്മൾ പാലിക്കണമെന്നാണ്. ആ അദ്ദേഹത്തെ അതായത് വളരെയേറെ മഹാത്മ്യത്തോട് കൂടിയിട്ടുള്ള ആളാണ് അദ്ദേഹം. ഇത് ശ്രദ്ധയോടുകൂടി പഠിച്ചു കഴിഞ്ഞാൽ പൃഥുവിനെ പോലെ മുക്തനായിട്ട് തീരും. അതിന് സംശയിക്കുക എന്ന് പറയുകയാണ്. ബ്രാഹ്മണൻ ബ്രഹ്മതേജസ്വിയായിട്ട് തീരും. ക്ഷത്രിയൻ ചക്രവർത്തിയായിട്ട് തീരും. വൈശ്യൻ ധനികനാവും. ശൂദ്രൻ സജ്ജനമുഖ്യനായിട്ട് ഭവിക്കുന്നതാണ്. ഈ ഇതിഹാസം ശ്രദ്ധയോടുകൂടി കേട്ടാൽ സ്ത്രീ ആണെങ്കിലും വേണ്ടില്ല, പുരുഷനാണെങ്കിലും വേണ്ടില്ല, അവർക്ക് സൽസന്താനങ്ങൾ, അതുപോലെ ധനം, കീർത്തി, അതുപോലെ തന്നെ വിദ്യ ഇതൊക്കെ ഉണ്ടാകുമെന്ന് പറയാൻ എല്ലാ ക്ഷേമം ഉണ്ടാക്കി തീർക്കുന്നതാണ് ഈ പൃഥുവിന്റെ ചരിത്രം. ധനം, കീർത്തി, ദീർഘായുസ്, അതുപോലെ സ്വർഗം, അതുപോലെ ധർമാർത്ഥ കാമമോക്ഷങ്ങൾ, ഇതൊക്കെ ആ പൃഥുവിന്റെ ചരിത്രം വായിച്ചു കേട്ടാൽ തന്നെ കിട്ടുമെന്ന് പറയുകയാണ്. പിന്നെ രാജാവ് യുദ്ധത്തിന് പോവുകയാണെങ്കിൽ ഈ പൃഥ്വിമഹാരാജാവിന്റെ ചരിത്രം വായിച്ച് കേട്ടിട്ട് പുകഴച്ചാൽ അത് തീർച്ചയായിട്ടും വിജയമായിട്ട് മാറുന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഒരുപാട് ഫലശ്രുതി പറഞ്ഞിട്ടാണ് പൃഥുവിന്റെ ചരിത്രം അവസാനിപ്പിക്കുന്നത്. ഇനി ആ വർഷത്തില് അതായത് ധ്രുവന്റെ ചരിത്രം പ്രജയസുകളുടെ സദസ്സിൽ പാടി എന്നാണ് പറഞ്ഞത്. അപ്പൊ ആരാണ് പ്രജയസുകൾ എന്ന് ചോദിച്ചത്? ഈ പ്രജയസുകളെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നേരം ഈ കഥകളൊക്കെ പറഞ്ഞത്. അങ്കൻ, വേനൻ, പൃഥു തുടങ്ങിയ രാജാക്കന്മാരുടെ ഒക്കെ ഇനിയാണ് പ്രജയസുകളുടെ ചരിത്രം പറയാൻ പോണത്. ഈ പൃഥ്വിമഹാരാജാവ് വനത്തിൽ പോയതിനു ശേഷം പിന്നെ വിജിതാശ്വൻ രാജാവായി. അത് കഴിഞ്ഞ് വിജിതാശ്വന് ശേഷം ഹവിർധാനൻ എന്ന പേരിൽ ഒരു പുത്രൻ അദ്ദേഹത്തിന് അദ്ദേഹമാണ് രാജ്യം ഭരിക്കുക. അദ്ദേഹം കുറച്ച് ഭക്തനാണ്. അദ്ദേഹം രാജ്യം ഭരിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് തോന്നി നമുക്ക് പറ്റിയ പണിയല്ല ഇത്. എന്താണ്? അതായത് ആളുകൾ പണിയെടുക്കുക, ഈ മുമ്പിൽ ഡിഗ്രി പഠിക്കുക, അത് നല്ലതാണോ? അല്ല. അല്ലെ കണ്ടവർ പണിയെടുക്കുക എന്നിട്ട് ആ കാശ് ഇയാൾ മേടിക്കുക എന്ന് വെച്ചാൽ അത്ര അപകടം. അത് മാത്രമല്ല, ഈ ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികളെ ചിലപ്പോൾ അങ്ങോട്ട് കയറി ശിക്ഷിക്കേണ്ടതായിട്ട് വരും. ഇദ്ദേഹത്തെ രാജാവ് ചിലപ്പോൾ. അപ്പൊ അതൊക്കെ ആത്മനിഷ്ഠയ്ക്ക് തടസ്സമാണെന്ന് തോന്നിയപ്പോ അനുജന്മാരെ നിങ്ങൾ പഠിച്ച രാജ്യം ലഭിക്കുകയെന്ന് പറ്റില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അറിഞ്ഞു വിട്ടു. അങ്ങനെ ഒരു സത്രമൊക്കെ നടത്തി. ആ സത്രത്തില് ഭഗവാനെ ഉപാസിച്ച് അദ്ദേഹം പരമഗതിയാകുന്ന മോക്ഷത്തെ പ്രാപിച്ചു എന്നാണ് കഥ. അതിനുശേഷം പിന്നെ ആ വംശത്തിലെ ബർഹിഷത്ത് എന്നുള്ള ആളാണ് അദ്ദേഹത്തിന്റെ മൂത്തപുത്രനായിട്ട് വരുന്നത്. അദ്ദേഹമാണ് പിന്നെ രാജ്യം ഭരിക്കുന്നത്. ഈ ബർഹിഷത്തിന് പ്രാചീന ബർഹിഷ എന്നുള്ള ഒരു പേര് കൂടെ ഉള്ളതാണ്. അത് ശകാര പേര് കിട്ടിയതാണ്. അതിന് വാക്കിന്റെ അർത്ഥം എന്താ അറിയോ? കിഴക്കോട്ട് തലയാക്കിയിട്ട് ഗർഭവിരിച്ചവൻ എന്ന അർത്ഥത്തിലാണ് ആ പേര് കിട്ടുന്നത്. ഇദ്ദേഹം കർമ്മടനാണ്. അതായത് വേദത്തിൽ കർമ്മം വിധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കർമ്മം ചെയ്യണമെന്ന് പറഞ്ഞ് കർമ്മം ചെയ്തുകൊണ്ടിരിക്കും. കർമ്മം ചെയ്ത സുഖം കിട്ടുന്നതാണ് ഈ കൊണ്ടൊരു ധാരണ. അങ്ങനെ അനവധി അംഗങ്ങൾ ഇങ്ങനെ ചെയ്യുക. അപ്പോ നാരദ മഹർഷി വിചാരിക്കുക, അയ്യോ ഞാൻ ഈ കർമ്മം നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. മനഃശുദ്ധി വരുന്നത് വരെ കർമ്മം ചെയ്യുന്നു. മനഃശുദ്ധി എന്നാൽ പിന്നെ കർമ്മം ഉപേക്ഷിച്ചിട്ട് ഭക്തി കൊണ്ടോ അല്ലെങ്കിൽ ജ്ഞാനം കൊണ്ടോ ഈശ്വരത്തെത്താം. പക്ഷെ ഇയാൾ ഈ കർമ്മം ചെയ്തിട്ട് താല്പര്യം മനസ്സിലാക്കാണ്ട് കർമ്മം ചെയ്തുകൊണ്ട് ഭക്തി ഉണ്ടായില്ല, ജ്ഞാനം ഉണ്ടായില്ല.
ഇയാളിങ്ങനെ കർമ്മം ചെയ്തോണ്ടിരിക്കുകയാണ്. അങ്ങനെയപ്പോ ചില സർക്കാരിനൊക്കെ പറയാൻ മുന്നേറ്റ നാരി പൂജ എന്നുണ്ട്. അതെപ്പോഴാ നമ്മളെ നാരിക്ക് തോന്നുമ്പോൾ ചെയ്യാം. ആ സപ്താഹത്തിന് നാരി പൂജ. പിന്നെ എന്തൊക്കെ പൂജ അത് നോക്കൂ. എല്ലാ കർമ്മത്തിനും വിട്ട് എന്നെ തന്നെ ആശ്രയിക്കുമെന്നാണ് ഗുരുവായൂരപ്പൻ പറഞ്ഞത്. അപ്പോഴാണ് അതിൻ്റെ ഇടയിൽ കൊണ്ട് നമ്മൾ അത് വലിയ ആചാര്യന്മാരാണ്. പിന്നെ അവർ പറഞ്ഞാൽ കേൾക്കാണ്ടിരിക്കുന്നില്ലോ അല്ലേ? ഇതാണ് അവസ്ഥ എന്നാണ്. അപ്പോൾ ആലോചിച്ച് നോക്കണം, എന്തിനാ ഈ വേഷം കെട്ടിയിട്ട് നടക്കുന്നത്? അപ്പോ ഇവിടെ ആ കർമ്മക്കുറിക്കിൽ അദ്ദേഹം ഒത്തു വെക്കണം. കണ്ടപ്പോ നാരദ സങ്കടം തോന്നി. ഇയാൾ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ആ നാരദനെ കണ്ടാണ്ടല്ലോ ആദ്യം കണ്ണു പൊട്ടിക്കും. ഒരു പണിയെടുക്കാണ്ട് നടക്കുക നാരായണ നാരായണ എന്ന് പറഞ്ഞ ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇയാളില് നാരദൻ വിചാരിച്ചൊരു സമയമായിട്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വേണമെന്ന് പറഞ്ഞ് തിരിച്ചു പോകും. ഈ കാലത്ത് പ്രാചീന ബ്രിട്ടീഷിന്, അതായത് സമുദ്രദേവന്റെ മകളാണ് ശതദ്രുതി, നല്ല സുന്ദരിയ, അവളെ വിവാഹം കഴിച്ചതാണ്. അതില് ഈ പ്രാചീന ബ്രിട്ടീഷിന് 10 പുത്രന്മാരായി. അത് ഒറ്റ പുസ്തകത്തിലാണ് പോകുന്നത്. അതായത് ഒരേ ഭാവം, ഒരേ രൂപം, ഒരേ വികാരം, ഒരേ വിചാരം, ഇതൊക്കെ ഒരേ. അപ്പൊ 10 പ്രസവമാണെങ്കിൽ മാറ്റം ഉണ്ടാവും. എന്താണല്ലേ 10 വരെ. അപ്പൊ ഒരേ ഒരു പ്രസവത്തിൽ ഉണ്ടായിരിക്കും വിചാരിക്കാം. അപ്പോ ഈ 10 പേര്, അപ്പൊ പേരും പ്രകൃതവും സ്വഭാവവും ഒക്കെ ഒന്നായതുകൊണ്ട് പ്രാചീന ബ്രിട്ടീഷ് എന്ത് ചെയ്തു? അവർക്ക് പേര് കൊടുത്തു. ഒറ്റ പേരിട്ടുള്ളൂ, പ്രത്യേകസുകൾ എന്നാണ്. ഒന്ന് വിളിച്ചാൽ 10 കൂടി ഒരുമിച്ച് അത്ര ഐക്യമാണ്. അപ്പൊ അങ്ങനെ ഈ പ്രദേശങ്ങൾ ഉണ്ടായപ്പോ പ്രാചീന ബ്രിട്ടീഷിന്റെ മനസ്സിന് ചെറിയൊരു വ്യത്യാസം വന്നുകൊണ്ട് ഇത്രയും കാലം കർമ്മം ചെയ്തത് സുഖം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ കർമ്മം കൊണ്ട് ഒരിക്കലും സുഖം കിട്ടില്ല. കാരണം ഇത്ര കാലം കർമ്മം ചെയ്തിട്ട് സുഖം കിട്ടിയില്ല. പേര് മാത്രമേ കിട്ടിയിട്ടുണ്ട്. കിഴക്കോട് നിലയായിട്ട് ദർഭ വെച്ച് ഭൂമി മുഴുവൻ എന്നെ ദർഭകളെ കൊണ്ട് മൂടി ആ ഒരു ഇതം കിട്ടിയിട്ടുള്ളൂ. അപ്പോ മക്കളോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ എന്നെ പോലെ കർമ്മം കൊടുത്തിട്ട് പെടരുത്. ജീവന് ആനന്ദം വേണം, ഞാൻ ഉണ്ടാകണം, അതുകൊണ്ട് ആനന്ദം കിട്ടുള്ളൂ. അപ്പോ അതിനെ ആദ്യം ഭഗവാനെ തപസ്സുകൊണ്ട് ആരാധിച്ചിട്ട് വലിയ ജ്ഞാനം സമ്പാദിക്കുന്നു പറഞ്ഞ് കുട്ടികളോട്. അപ്പൊ കുട്ടികൾ ചോദിച്ചു, അച്ഛാ എങ്ങനെ തപസ് ചെയ്യാം? അതിന് വല്ല മന്ത്രമോ അതിന് വല്ല നിഷ്ഠകളോ അങ്ങനെ വല്ലതൊക്കെ ഉണ്ടോ? അതിപ്പോ എനിക്കറിയില്ല. ഈ നാരദൻ പറഞ്ഞവണ്ണം ഇവിടെ വന്നതാ അത് പറയാം. പക്ഷേ അദ്ദേഹത്തെ ചീത്ത പറഞ്ഞതുകൊണ്ട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇവിടെ കാണാനില്ല. നിങ്ങളൊരു കാര്യം നേരെ പടിഞ്ഞാറോട്ട് പോവുക, നിങ്ങൾക്ക് യോഗ്യത വരുമ്പോൾ പറ്റിയ ആളെ മുമ്പിൽ വരുന്നു പറഞ്ഞ് കുട്ടികളെ അയച്ചു എന്നാണ്. കുട്ടികൾ ഇങ്ങനെ പോയി 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 പടിഞ്ഞാറ് ആ സമുദ്രതീരത്തേക്ക് പോവുക. അപ്പോഴാണ് പോണ വഴിയില് നല്ലൊരു പൊയ്ക കെട്ടുന്ന. എന്താ ആ പൊയ്കയുടെ ഭാവറിയ? അതായത് നല്ല സ്വച്ഛ സ്ഫടിക പോലുള്ള വെള്ളം. ഏതാ ഈ പൊയ്കാന്ന് ഇപ്പൊ പറയുന്നുണ്ട്. പട്ടേൽപ്പാടൊക്കെ അങ്ങനെ പറയുന്നത്. എന്ത് ഗുരുവായൂർ നമ്മള് ഗുരുവായൂരപ്പന്റെ അടുത്ത ഭാഗത്തുള്ള ആ തീർത്ഥക്കുളല്ലേ, അതാണ് ഈ പൊയ്കാന്നാണ് പറയുക. രുദ്രദുർഗമൊക്കെ പറയുന്നല്ലേ. അപ്പൊ അതാണെന്നാ പറയുക. അപ്പോ ഇതിന്റെ വർണ്ണനയിൽ ആ പൊയ്കയെ വെള്ളം കൂടി നോക്കിയാൽ അത്യാവശ്യമായിട്ട് തോന്നുക. അതുപോലെ പറഞ്ഞു, അല്ല വലിയ നമ്മളെ പോലുള്ള ആളുകളൊക്കെ പോയി ഇതിൽ കുളിച്ചത് കൊണ്ടപ്പോ അതിങ്ങനെ ആയിരുന്നു. അത് പണ്ടങ്ങനെ ആയിരുന്നു എന്നാണ് കേട്ടത്. അതായാലും ഇപ്പോ ആ നല്ല ആ പൊയ്ക ധാരാളം ചക്രപക്ഷികള്, വളക്കോഴികള്, ആമ്പല താമര ഒഴുകിയ പുഷ്പങ്ങള്, എന്തെന്നില്ലാത്ത സുഗന്ധം. അപ്പോ ആ പൊയ്കയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് കുട്ടികൾ അവിടെ കുറച്ച് നേരം ഇരുന്നു. അപ്പോഴാണ് അതിന് നടുവിൽ നിന്ന് ഒരു സംഗീത ആലാപനം കേൾക്കുകയാണ്. കുട്ടികളിങ്ങനെ നോക്കുമ്പോഴാ 3 കണ്ണും കഴുത്തിൽ പാമ്പും കയ്യിൽ ഉടുക്കൊക്കെ ആയിട്ട് ഒരാള് നോക്കി നോക്കി തോന്നി. ഇതിപ്പോ എന്തോ ഒരു കുഴപ്പമില്ലാത്ത ഒരാളെ ഈശ്വരനാണെന്ന് തോന്നിയപ്പോ കുട്ടികൾ നമസ്കരിച്ചു. അപ്പോ ശങ്കര ഭഗവാൻ അവരോട് ചോദിച്ചു, കുട്ടികളെ നിങ്ങൾ ആ പ്രജയനിസ്തുകളെന്നെ പേര് പ്രാചീന ഗ്രീസിന്റെ പുത്രന്മാരല്ലേ നിങ്ങള്? പുതക്കാക്കി. അപ്പൊ പിന്നെ അപ്പൊ നിങ്ങളുടെ മനസ്സിലെ ഉദ്ദേശം എനിക്ക് മനസ്സിലായിരുന്നത് തപസ് ചെയ്യാൻ പുറപ്പെട്ടതാണ്. എനിക്ക് മനസ്സിലായിരുന്ന അതെ, തപസ് ചെയ്യുക വെച്ചാൽ ആരെ തപസ് ചെയ്യുന്നറിയോ? നാരായണനെ തപസ് കൊണ്ടാരാധിക്കണം. അങ്ങനെ നാരായണനെ ഉപാസിച്ച ആൾക്ക് പിന്നൊരു ജന്മം എടുക്കേണ്ടതായിട്ട് വരില്ല. ഞാൻ നല്ല നാരായണ ഭക്തനാണ്, നിങ്ങൾക്ക് ആ നാരായണനെ ഉപാസിക്കാനുള്ള മന്ത്രമൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് അവിടെ വെച്ച് യോഗാദേശം എന്ന മന്ത്രത്തെ രുദ്രൻ ഉപദേശിച്ചു കൊടുത്തു എന്നാണ്. അതുകൊണ്ട് അതിന് രുദ്രഗീതം എന്ന പേര് കിട്ടി എന്നാണ് പറയുന്നത്.
എല്ലാ രുദ്രഗീതത്തിന് ഭഗവാന്റെ സ്വരൂപത്തെ വർണ്ണിക്കുക അല്ലെ. സ്നിഗ്ധപ്രാവൺ ഘനശ്യാമം സർവസൗന്ദര്യ സംഗ്രഹം സർവായുധം വിജാനനം അല്ലേ. അത് നീലമേഘത്തിനെ പോലുള്ള നിറം, അതുപോലെ തന്നെ അതായത് ആ ഭഗവാന്റെ ആ പുഞ്ചിരിക്കുന്ന മുഖം, അതുപോലെ ആ സൗന്ദര്യത്തിന്റെ മൂർത്തിമൻ ഭാവമാണ് ആ രൂപം. അങ്ങനെയുള്ള ആ രൂപത്തെ വർണ്ണിക്കുക. എന്നിട്ടോ ആ രൂപം വർണ്ണിച്ച് പിന്നെ ഭഗവാന്റെ മഹാത്മ്യത്തോടെ പറയുന്നത്, അതായത് ഈ പ്രപഞ്ചത്തെ തന്റെ മായ കൊണ്ട് സൃഷ്ടിച്ച് രക്ഷിച്ച് സംസ്കരിക്കുന്ന ആളാണ് ഭഗവാൻ ഇല്ലേ. അപ്പൊ ആ ഭഗവാനിലാണ് എല്ലാം അടങ്ങിയിരിക്കുന്നത് എന്നാണ്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ ദിവ്യ കോമളമായിട്ട് രൂപത്തെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ ജീവന്മാർക്ക് ഇഹത്തിലോ ഫലത്തിലോ യാതൊരു ക്ലേശങ്ങളും ഉണ്ടാവില്ല. എല്ലാം അതായത് വേദസ്വരൂപനാണ്, ജ്ഞാനസ്വരൂപനാണ്. അപ്പോ അതുകൊണ്ട് ആ വേദങ്ങളെ കൊണ്ടും മറ്റ് അനുഷ്ഠാനങ്ങളെ കൊണ്ടും ഒക്കെ പ്രാപിക്കാൻ അർഹതയില്ലാതാണ് ഭഗവാൻ പറയുകയാണ്. അപ്പൊ അങ്ങനെയുള്ള പിന്നെ ആ ഭഗവാന്റെ സ്വരൂപത്തെയൊക്കെ അങ്ങനെ വർണ്ണിച്ചിട്ട് ഈ തരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയുള്ള ഭഗവാനാണ് തന്റെ മായ കൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ട് 4 ജാതി ശരീരങ്ങളെ സൃഷ്ടിക്കണമെന്നാണ് അവിടെ പറയുന്നത്. അവിടെ നിന്ന് തന്നെ മായയിലൂടെ പ്രപഞ്ചാകാരേണ പ്രകടമായിട്ട് തീർന്ന് സ്വന്തം മായ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതായ 4 വിധ ശരീരങ്ങളിൽ പ്രവേശിച്ചതുകൊണ്ട് ഭഗവാന് പുരുഷൻ എന്നുള്ള പേര് കിട്ടിയില്ല. അതായത് ഈ ശരീരങ്ങളെ പുരന്നാണ് സംസ്കൃതത്തിൽ പറയുക. ആ പുരത്തിൽ ക്ഷയിക്കുന്ന ആളാണ് പുരുഷൻ. അപ്പൊ ഓരോ ശരീരത്തിനുള്ളിലും ജീവനായിട്ടിരിക്കുന്നതിനെയാണ് ആ പുരുഷൻ എന്ന് പറയുക. എന്നിട്ടോ സൃഷ്ടം സുശക്രിയത മനുപ്രവിഷ്ട ചതുർവിധം കുലം ആത്മാംശകേന അതോ വിദുഷ്ടം പുരുഷം സ്വന്തമുണ്ട് ഋഷിമതുസാരകമ്യ. അതായത് ഈ 4 വിധ ശരീരങ്ങളിൽ ഉണ്ട്. അതായത് ഈ 4 വിധ ശരീരം ജരായുജം, അണ്ടജം, ഉദ്ഭിജം, സ്വേദജം. അതാണ് ഭഗവാൻ ഉണ്ടാക്കിയ ജാതി കിട്ടുക. 4 ജാതി ശരീരങ്ങളെ ഭഗവാൻ സൃഷ്ടിക്കുന്ന പറയുക. നമ്മളെ സൃഷ്ടിച്ച ജാതിയിൽ ഇപ്പോൾ നായകാണ് മധുചരണം നമ്മുടെ ആളെ കണ്ടെത്തും ഇല്ലേ. ഇവിടെ അത് ഭഗവാൻ അങ്ങനെ സൃഷ്ടിച്ചിട്ടേ ഇല്ല. ഭഗവാൻ ഈ 4 ജാതി ശരീരങ്ങൾ സൃഷ്ടിച്ചത്. അതായത് ജരായുജെന്ന് വെച്ചാല് അമ്മ പ്രസവിച്ചുണ്ടാകുന്ന മനുഷ്യന്മാരും മൃഗങ്ങളും, അണ്ടജെന്ന് വെച്ചാൽ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പക്ഷികള്, പാമ്പുകള്, പറവകള് എന്ന ജാതി. 3ാമത് ഭൂമിയിൽ നിന്ന് പൊട്ടിമുളച്ചു വരുന്ന സസ്യലതാദികള്, ഉദ്ഭിജമാണ് ഇതിന്റെ ജാതി. പിന്നെ 4ാമത് വേർപ്പിൽ നിന്നുണ്ടാവുന്ന മൂട്ടാകൊതുക് തുടങ്ങിയിട്ടുള്ളത്, അത് സ്വേദജം. ഈ 4 അല്ലാണ്ട് 5ാമത്തെ ജാതി നിങ്ങൾക്ക് പറയാൻ പറ്റും. ഈ 4 ജാതിയെ ഭൂമിയിലുള്ളൂ. അങ്ങനെ ഈ 4 ജാതി ശരീരങ്ങളെ സൃഷ്ടിച്ചിട്ട് ഈ തേനീച്ചകൾ തേന എന്നതുപോലെ ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ അനുഭവിക്കുന്ന ആ പുരുഷനെയാണ് ജീവൻ എന്ന് പറയുന്നത് എന്ന് പറയണം. അപ്പൊ ഏത് ശരീരത്തിൽ നോക്കിയാൽ നമുക്കാരെ കാണാം? എല്ലാ ശരീരത്തിനും ജീവഭാവത്തിൽ ഭഗവാനല്ലേ. അപ്പൊ എല്ലാ ശരീരവും എന്താ? ഭഗവാനല്ലേ. അമൈവാംശോ ജീവലോകേ ജീവഭൂതസ്നാതന. അപ്പൊ എല്ലാവരും ഉള്ളിൽ ഒരേ ഈശ്വരന്റെ അംശ. അപ്പൊ എന്റെ ഉള്ളിലുള്ളതും നമ്മുടെ ഉള്ളിലുള്ളതും ഉള്ള ആത്മാവിന് വ്യത്യാസമൊന്നുമില്ല. അതിപ്പോ നമുക്ക് മനസ്സിലാക്കാനും പറ്റും. എല്ലാം ഒന്നാണെന്ന് ചില സന്ദർഭങ്ങളിൽ നടത്താൻ പറ്റും. ഇപ്പൊ എവിടെയെങ്കിലും വലിയൊരു അപകടം ഉണ്ടായി, ദുരിതം ഉണ്ടായി വിചാരിക്കുക. നമ്മൾ ആ ന്യൂസ് കാണുമ്പോൾ അയ്യോ എന്ന് പറയാറില്ല. എന്താ കാരണം? നമ്മളാരും കണ്ടിട്ട് കേട്ടൊന്നും ഇല്ലെങ്കിലും ആദ്യം അത് പറയും. കാരണം അവരുടെ ഉള്ളിലുള്ള ജീവനും നമ്മുടെ ഉള്ളിലുള്ള ജീവനും ഒരേ ആത്മാവിന്റെ അംശമാണ്. അതുകൊണ്ടാണ് അവിടെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമുക്ക് അയ്യോന്ന് പറയാൻ തോന്നുന്നത്. അപ്പോ ആ നിലയിൽ എല്ലാറ്റിനും ഒന്നാണെന്നുള്ള ഭാവത്തിൽ കാണാം. ആ ഭഗവാനെ ചിന്തിക്കാതെ ഈ വിഷയവിരുദ്ധന്മാരായിട്ട് നിന്നു വെച്ചും അവർക്ക് മരണത്തിലേക്ക് അതായത് ഭഗവാൻ അവിടെ ഈ വിശന്ന് പറഞ്ഞൊരു പാമ്പ് വെള്ളിയുടെ മടയിലേക്ക് കയറിയിട്ട് അവിടെയുള്ള എലിക്കുട്ടികളെ എത്ര ആക്രമണത്തോട് കൂടിയിട്ട് ഭക്ഷിക്കുക, അതുപോലെയാണ് അവർ മരണത്തിലേക്ക് പോണത്. ഭക്തന്മാർക്ക് മരണമില്ല, ഭക്തന്മാർക്ക് മരണം ഇല്ല എന്നാണ് പറയുന്നത്. എന്താ മരിക്കില്ല എന്നതിന്റെ അർത്ഥം മരണ ഭയം ഉണ്ടായില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ ആ രുദ്രഗീതം ഇത് പിന്നെ ഈ മരണം ധരിച്ചിട്ട് നിങ്ങൾ തപസ് ചെയ്തോളി, ഭഗവാൻ നിങ്ങളുടെ മുമ്പിലെത്തുന്ന. അപ്പൊ അവർ കുറച്ച് ബുദ്ധിയുള്ള ആൾക്കൂട്ടുക. എന്തായാലും ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് മണം ധരിച്ച് അവിടെ ആളുകൾ കണ്ട് നേരെ വെള്ളത്തിൽ മുന്നിൽ കിടന്ന് അവിടെ കിടന്ന് തപസ് ചെയ്തു എന്നാണ്. ഇപ്പൊ മക്കളെ തപസ്സിനയച്ചിരിക്കുന്നത് കണ്ടപ്പോ നാരദ മഹർഷിക്ക് തോന്നി നേരിയാവാനുള്ള തുടക്കമാണെന്ന് കടമയാണെന്ന് പറഞ്ഞ് നേരെ നാരദൻ പ്രാചീന പോലീസിന്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെന്നതാണ്. ഇപ്പൊ ഊട്ടി വന്ന് പ്രാചീന പോലീസ് നാരദന്റെ കാക്കര വീഴുക, നമസ്കരിച്ചു, കൂട്ടിക്കൊണ്ടുപോയി എത്തി. അപ്പൊ നാരദന് സന്തോഷമായി. നേരിയായി പറഞ്ഞു, നാരദ മഹർഷി ഇത്രയും കാലം കർമ്മം ചെയ്തത് ഞാൻ സുഖം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇത്ര കാലത്തെ കർമ്മം കൊണ്ട് എനിക്ക് സുഖം കിട്ടിയിട്ടേ ഇല്ല, ദുഃഖം കൂടിയിട്ടേ ഉള്ളൂ. അപ്പോ ഞാൻ കൊണ്ട് സുഖം ഉണ്ടാവുന്നത് കേട്ടിട്ടില്ല. അപ്പോ അവിടെ എന്ത് ചെയ്യണം?
ബ്രൂഹിമേ വിമലജ്ഞാനം, അവിടുന്ന് എനിക്ക് ആ പരിശുദ്ധമായിട്ടുള്ള ജ്ഞാനം എനിക്ക് ഉപദേശിച്ചു തരണം എന്ന് പറയുകയാണ്. ഇത് കേട്ടപ്പോ നാരദൻ വിചാരിച്ചു ഇയാൾ കർമ്മടന, ജ്ഞാനം ഉപദേശിക്കണമെങ്കിൽ വൈരാഗ്യമുള്ള ആൾക്ക് ജ്ഞാനോപദേശം ചെയ്യാൻ പാടുള്ളൂ എന്നാ ശാസ്ത്രം. വൈരാഗ്യം ഇല്ലാത്ത ആൾക്ക് ജ്ഞാനം കൊടുക്കേണ്ട കാര്യം. അപ്പൊ ഇയാൾക്ക് ഒരു വൈരാഗ്യം ഉണ്ടാക്കണം. അതിനെന്ത് ചെയ്തു? രാജേന്ദ്രദീസേ അങ്ങ് യാതൊക്കെ നടത്തിയില്ലേ, ഒരുപാട് മൃഗങ്ങളെ കൊണ്ടില്ലേ, അതുകൊണ്ട് എന്ത് കിട്ടുന്ന നയിച്ച ഉടനെ അപ്പ സ്വർഗത്തിൽ പറഞ്ഞ ചില ആളുകൾ പറയുന്നുണ്ട്, ഇവിടെ എന്ത് പണ്ടായിട്ട് ചെയ്തിട്ട് അവിടെ പോയിട്ട് ഞങ്ങൾക്ക് അങ്ങനെ പ്രതീക്ഷ ഉണ്ടെന്നാ അല്ലേ. തന്നെ ഇയാൾ പറഞ്ഞു നയിച്ച ഉടനെ നേരെ അവിടെ ചെന്ന് പൂർണ്ണ സുഖം അനുഭവിക്കാനാണ്. എന്നാലേ അത് കിട്ടുന്ന എനിക്ക് ഉറപ്പില്ല. എന്താ പറയുക, അങ്ങ് പോണ വഴി അത്ര നല്ലതല്ല. ഇത് വരൂ, എന്താ എന്നെ തൊട്ടിട്ട് ഇതാ തെക്കോട്ടേക്ക് നോക്കുന്നതാണ്. ഈ മൂപ്പരെ തൊട്ടിട്ട് തെക്കോട്ട് നോക്കിയപ്പോൾ എന്താ കണ്ടതറിയോ? രൗരവം എന്നുള്ള നരക. അതില് ഒരുപാട് മൃഗങ്ങള് കൂർത്തുമുട്ടുന്ന കൊട്ടുകളും നഖങ്ങളും പല്ലുകളും ഒക്കെ ആയിട്ട് പ്രാചീന മനുഷ്യൻ നോക്കി ആക്രോശിക്കുക. അപ്പൊ ചുറ്റും എന്താ അന്ന് ഒരുപാട് മൃഗങ്ങളെ കൊണ്ടില്ലേ യാഗത്തില്. അതൊക്കെ അമ്മയോട് പകരം ചോദിക്കാൻ അന്ന് മരിച്ചവിടെ എത്തിയാൽ അങ്ങയെ കൊത്തി വിളിക്കാൻ വേണ്ടിട്ട് നിൽക്കുകയാണ്. അയ്യോ പിന്നെ എന്താ ഒരു വഴി എന്തായാലും അനുഭവിക്കേണ്ടി വരും. അയ്യോ എനിക്ക് എന്നോട് കഴിയാൻ അതായത് മറിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം. അതിന് എന്താ വഴി? എന്നാ ഞാൻ അങ്ങക്ക് ഒരു കഥ പറഞ്ഞു തരാട്ടോ. അങ്ങയെപ്പോലൊരു രാജാവിന്റെ കഥ കിടന്നു പറഞ്ഞ് അവിടെ വെച്ച് പറയാ. അതായത് രാജാവേ, അങ്ങയെപ്പോലൊരു രാജാവ് ഉണ്ടായിരുന്നു. അയാളുടെ പേരാണ് പുരഞ്ജനൻ. ഈ പുരഞ്ജനന് പേരറിയാത്തൊരു കൂട്ടുകാരനുണ്ട്. ഇയാൾ എന്താ ചെയ്യുക? ഒരു കൊട്ടാരം വിട്ടു. ആ കൊട്ടാരത്തിൽ കുറച്ചു കാലം താമസിക്കും. ശരിയാണ്. ആ കൊട്ടാരം കുറച്ച് വേറെ കൊട്ടാരം, അങ്ങനെ അവിടെ ആ കൊട്ടാരത്തിൽ കുറച്ച് പേർ താമസിക്കും. അതിൽ വേണ്ട ശരിയായില്ല തോന്നും, അഴിഞ്ഞു കുറിച്ച് കളയും. പുതിയൊരു കൊട്ടാരം, അങ്ങനെ അനവധി കൊട്ടാരങ്ങൾ താമസിക്കും. അതിലൊന്നും അദ്ദേഹത്തിന് ഒരു സംതൃപ്തി കിട്ടണില്ല. അപ്പൊ കൂടുതൽ സുഖം കിട്ടണം എന്ന് പറഞ്ഞ് ആ പഴയ കൊട്ടാരങ്ങളെ ഉപേക്ഷിച്ചിട്ട് പുതിയ കൊട്ടാരം അന്വേഷിച്ച് ഈ പേരറിയാത്ത കൂട്ടുകാരൻ കൂടെ ഉണ്ട്. അത് ഇയാൾ കാണണമെന്നില്ല, പക്ഷെ ഉണ്ടെന്ന് തോന്നൽ ഇയാളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഹിമാലയത്തിന്റെ തെക്കേ ചെരുവിലൂടെ നടക്കുക. അപ്പോഴാണ് അവിടെ ഒരു 9 ഗോപുരമുള്ള ഒരു കൊട്ടാരം കണ്ടുകൂട. ഇത് കൊട്ടാരം കണ്ട ഉടനെ തന്നെ തോന്നി ഇത് കിടന്നില്ല. എന്താ പറയുക, 2 തൂണിന്മേലാണ് ഇത് നിൽക്കണം. 9 ഗോപുരമുണ്ട്. ഇതിന്റെ പേര് നവമുഖി എന്നാണ്. അതില് 5 എണ്ണം കിഴക്കോട്ടാണ് കൊട്ടാരങ്ങൾ. അതില് ഒരു കിഴക്കോട്ടുള്ള ഗോപുരങ്ങളില് 2 ഗോപുരത്തില് വാതിലുണ്ട്, പിന്നെ 2 വാതിലില്ല, പിന്നെ 1 വാതിലില്ലെങ്കിലും വാതിലിന്റെ പലരൊക്കെ ചെയ്യും അങ്ങനെയാ. പിന്നെ 1 തെക്കോട്ട്, പിന്നെ 1 വടക്കോട്ട്. അതിന് അടപ്പ് വാതിലൊന്നുമില്ല. പിന്നെ 2 പടിഞ്ഞാറോട്ടും ഉണ്ട്. അപ്പൊ ഈ കൊട്ടാരം കണ്ടപ്പോ തോന്നി അതിൽ കയറിയാൽ എനിക്ക് പൂർണ്ണ സുഖം കിട്ടുന്നത് തോന്നല്. നേരെ അതിനകത്ത് കയറി. ഈ കൂടെ ഒരു കൂട്ടുകാരൻ്റെ അത് കൂടെ ഉണ്ടാകുമെങ്കിലും നോക്കണ്ടേ, അത് നോക്കിയില്ല. കയറിയതോട് കൂടിയിട്ട് പുറത്തു കൂടെ കൂട്ടുകാരനെ പൂർണ്ണമായിട്ട് മാർക്കുകയും ചെയ്തു. അകത്ത് കയറി നോക്കുമ്പോഴാണ് നല്ല സുന്ദരമായിട്ട് സ്ഥലം. അങ്ങനെ നോക്കുമ്പോഴോ നല്ല സുന്ദരിയായിട്ട് ഒരു ചെറുപ്പക്കാരി വിളിക്കുക. ചോദിച്ചു, നീ എന്താ വിളിക്കുക? നീ ആരുടെ മകളാ? എന്താ നിന്റെ പേര്? അപ്പൊ അവള് പറഞ്ഞു, ഞാനിവിടെ ഇരിക്കുന്നുണ്ടെന്ന് മാത്രം എനിക്കറിയുള്ളൂ, വേറെ എനിക്കറിയില്ല. എന്റെ പേര് എനിക്കറിയാം, പുരഞ്ജനി എന്നാണ് എന്റെ പേര് എന്നാണ്. അപ്പൊ എന്റെ പേര് പുരഞ്ജനൻ, നല്ല പേര് പുരഞ്ജനി. അപ്പൊ പേര് കൊണ്ട് തന്നെ നല്ല സാദൃശ്യം ഇല്ലേ? പോട്ടെ, അതെ എനിക്ക് നന്നായിട്ട് തന്നെ ബോധിച്ചു. നീ കല്യാണം കഴിച്ചിട്ടില്ലോ? ഇല്ല. എന്നാലേ നമുക്ക് കല്യാണമൊക്കെ കഴിച്ച് ഇവിടെ കൂടിയാൽ ഈ കൊട്ടാരത്തില് എന്താ എന്ത് പറയുന്നു? ഇപ്പൊ അച്ഛനോടോ അമ്മയോടോ കാരണന്മാരോടോ ചോദിക്കണ്ടേ? അതൊക്കെ അങ്ങനെ മര്യാദ. കാണിക്ക കുട്ടി പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ അപ്പൊ എങ്ങനെയും കഴിക്കാം. എന്നിട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് പറ്റില്ലെന്ന് തോന്നിയാൽ അപ്പൊ വേണ്ടാന്ന് കഴിക്കാം. അത് എളുപ്പമല്ലേ? എപ്പോഴും അത് എളുപ്പമല്ലേ? അതാണ് അവിടുത്തെ സ്ഥിതി. അപ്പോ ശരിക്ക് നമുക്ക് അഭിനത്തിൽ കേട്ടപ്പോൾ അവിടെ ചെയ്തു ശരി സംബന്ധിച്ച് ഈ പുരഞ്ജനിയെ കല്യാണം കഴിച്ച് അപ്പോഴാണ് 5 കഴിവ് പാമ്പ്. അതിലേക്ക് തന്നവിടെ പാമ്പ് വിളിക്കണ്ട. ഈ കൊട്ടാരത്തിന്റെ സംരക്ഷണ ചുമതല ഈ പാമ്പിനില്ല. ഈ പാമ്പ് ഇവിടെ ഉള്ളിടത്തോളം കാലം ഈ കൊട്ടാരത്തിന് യാതൊരു കേടുവില്ല. അപ്പോ സമാധാനായി.
അപ്പോഴാണ് 10 ദാസന്മാര്, അവരുടെ 50 ദാസന്മാരായിട്ടുള്ള ആളുകൾ, അത് 100 കണക്കിന് ഭടന്മാരുള്ളതാണ്. അവരൊക്കെ കൊണ്ടുവരുന്ന അനുഭവങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കഴിയാണ് ഈ പുരഞ്ജനിയൊക്കെ ആയിട്ട്. അപ്പോ വൈകുന്നേരമായി. ഇപ്പൊ പുരഞ്ജനി അതെയൊക്കെ പുരഞ്ജനി നിർബന്ധിച്ചത് കല്യാണം കഴിപ്പിച്ചതാട്ടോ, അല്ലാണ്ട് അയാൾ വിളിച്ചു പോയതൊന്നും അല്ല. ഏതായാലും അങ്ങനെ കഴിച്ചു. ഇതും വൈകുന്നേരം ആയപ്പോഴേ അയവുണ്ട് ഫ്രിഡ്ജ് നോക്കണു, അതൊരു കുപ്പിയൊക്കെ എടുത്തു. നമ്മൾ കഴിക്കുന്നതൊന്നും അല്ലാത്ത വരുന്നതിന്റെ നാട്ടിൽ കൊണ്ടുപോകുന്നൊക്കെയാണ് പറയുന്നത്. അത് കഴിച്ച് കുറച്ച് അവിടെ കഴിക്കുക. ഇയാൾക്ക് ഞാൻ നോക്കി നിൽക്കും, ഇയാൾക്ക് കണ്ടിട്ട് മേടിക്കൊന്നും കേട്ടോ. ഇയാൾ പറഞ്ഞു വരും ഇത് കുടിക്കുന്ന. അയ്യോ ഞാനിത് ശീലല്ലേ, അതിന് പറഞ്ഞാൽ പറ്റില്ല. എന്റെ ഭർത്താവ് അയ്യോ എന്നാ പിന്നെ ഞാൻ പറഞ്ഞത് കേൾക്കണം എന്നാണ്. വൃത്തിയില്ലാതെ വന്നപ്പോഴേ അത് കഴിച്ചു. കഴിച്ചതോട് കൂടിയിട്ട് ആ മക്കൾ ഓർക്കാൻ വന്നു. അയ്യമ്മ സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞാൽ ഇയാൾ വിളിക്കും, അയ്യമ്മ സിറ്റൗട്ട് എന്ന് പറഞ്ഞാൽ ഇയാൾ വിളിക്കും. ഇപ്പൊ അവൾ എന്ത് പറഞ്ഞോ അതന്നെ ഇരിക്കുകയാണ്. അയാൾ അയമ്മ ഉറങ്ങിയാൽ ഇയാൾ ഉറങ്ങുള്ളൂ, അയമ്മ കുളിച്ചാൽ ഇയാൾ കുളിക്കുള്ളൂ, അയാൾ അയമ്മ ഉറങ്ങിയാൽ അങ്ങനെ താതാത്മ്യം ഉണ്ടാവിച്ചിരിക്കുക. അങ്ങനെ ഇപ്പോ ആ പുരഞ്ജനിക്ക് അനുകൂലമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ദിവസം ഇയാൾ പഞ്ചപ്രസവമുള്ള കാടിലേക്ക് നായാട്ടിന് പോവുകയാണ്. അവിടെ ചെന്ന് നായാട്ടൊക്കെ കഴിഞ്ഞു. നായാട്ട് കഴിഞ്ഞ് തിരിച്ചു വരിക. വന്ന് ഇവിടെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ടും തൻ്റെ ഭാര്യയെ കാണാനില്ല. അപ്പൊ ചോദിച്ചു എവിടെ റാണീന്ന്. അതാ മുറ്റത്തുള്ള മൊഹാസ്യപ്പെട്ട് കിടക്കണമെന്നാണ്. അവിടെ ചെന്ന് മൊഹാസ്യപ്പെട്ട് അതി എന്താ അവിടെ കിടക്കണത്, ഈ നിനക്ക് എടുത്തു കിട്ടിയെന്നാണ്. അപ്പൊ പറഞ്ഞു അതെ അങ്ങ് നായാട്ടിന് മുമ്പഴേ എടുത്തുകൊണ്ട് എന്നെ കൊണ്ടുപോയില്ല, അതിൽ പരിഭവിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ മൊഹാസ്യപ്പെട്ടത് എന്നാണ്. ഇനി ഞാൻ എവിടേക്ക് പോകാന്ന് വെച്ചാലും തന്നെ അവിടെ കൂടുണ്ടോ എന്ന് പറഞ്ഞ് പിന്നെ അവിടെ കഴിഞ്ഞിട്ടുള്ളത് എന്താണ് ഈ വർണ്ണിക്കാൻ താമേവ വീരോ മനുദേ പരഞ്ജതസ്തമോഭിഭൂതോ നിജം പരഞ്ജയ ഏവം രമമാണസ്യാകാമകസ്ഫലജേതസാക്ഷണാർത്ഥമേവ രാജേന്ദ്രാഭിക്രാന്തം